നമ്മുടെ +1 ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഒരു അരമുക്കാൽ മണിക്കൂർ 45 മിനിറ്റോളം നമ്മൾ ഇതിൻ്റെ തിയറി ഡിസ്കസ് ചെയ്യും. എന്നിട്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന, ഒന്നിലധികം മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുണ്ട്. അപ്പോൾ നമുക്ക് തിയറി പാർട്ട് തുടങ്ങാം ഓസിലേഷൻ്റെ. ഓക്കെ, ശ്രദ്ധിക്കാം. ആദ്യം ഓസിലേഷൻ ഒരു കാര്യം പറയാനുള്ളത്, ഓസിലേഷന് ഒന്നിലധികം ചോദ്യങ്ങൾ നീറ്റ് പരീക്ഷയ്ക്ക് പല വർഷങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 4 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓസിലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കഷൻ തുടങ്ങാം. അപ്പോൾ എന്താണ് പീരിയോഡിക് മോഷൻ? റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെ നമ്മൾ വിളിക്കേണ്ട പേരാണ് പീരിയോഡിക് മോഷൻ. എക്സാമ്പിൾ ആരൊക്കെയാണ്? എക്സാമ്പിൾ മോഷൻ ഓഫ് ദ പ്ലാനറ്റ് അറൗണ്ട് ദ സൺ. സൂര്യന് ചുറ്റും ഒരു പ്ലാനറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് പീരിയോഡിക് മോഷനാണ്. മോഷൻ ഓഫ് ദ ഇലക്ട്രോൺ അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിൽ റിവോൾവ് ചെയ്യുന്നത് പീരിയോഡിക് മോഷൻ എക്സാമ്പിളാണ്. റിതമിക് ബീറ്റ് ഓഫ് ഹേർട്ട്, ഹൃദയത്തിൻ്റെ മിടിപ്പ് പീരിയോഡിക് മോഷനാണ്. വൈബ്രേഷൻ ഓഫ് വയലിൻ സ്ട്രിങ് പ്രൊഡ്യൂസിങ് മ്യൂസിക്കൽ നോട്ട്സ്. ഒരു വയലിൻ സ്ട്രിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂസിക്കൽ നോട്ട്സ് പീരിയോഡിക് മോഷനാണ്. ഇതൊരു പുതിയ അറിവായിരിക്കും പലർക്കും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓസിലേറ്ററി മോഷൻ. എന്താണ് ഓസിലേറ്ററി മോഷൻ? ദ മോഷൻ ദാറ്റ് റിപ്പീറ്റ്സ് ടു ആൻഡ് ഫ്രോ അലോങ് ദ സെയിം പാത്ത് എബൌട്ട് എ മീൻ പൊസിഷൻ. ഒരു മീൻ പൊസിഷനെ ബേസ് ചെയ്ത് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടാവുക എബൌട്ട് എ മീൻ പൊസിഷൻ. ഇത് മീൻ പൊസിഷൻ ആണെങ്കിൽ അങ്ങോട്ടും തിരിച്ചിങ്ങോട്ടും. എങ്ങനെ? മീൻ പൊസിഷൻ ആണെങ്കിൽ അങ്ങോട്ട് തിരിച്ചിങ്ങോട്ട്. ഓക്കെ, ഇങ്ങനെയും പറയാം, ടു ആൻഡ് ഫ്രോ മോഷൻ എബൌട്ട് എ മീൻ പൊസിഷൻ. അപ്പോൾ ഒരു മീൻ പൊസിഷനെ ബേസ് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണത് എന്ത് ഓസിലേറ്ററി മോഷൻ. ഓക്കെ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഇവിടെ ശ്രദ്ധിക്കുക. എവരി ഓസിലേറ്ററി മോഷൻ ഈസ് പീരിയോഡിക്. എല്ലാ ഓസിലേറ്ററി മോഷനും പീരിയോഡിക്കാണ്. എന്നാലോ ബട്ട് ഓൾ പീരിയോഡിക് മോഷൻ നീ നോട്ട് ബി ഓസിലേറ്ററി. എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി ആവണം എന്നില്ല. എല്ലാ ഓസിലേറ്ററി മോഷനും പീരിയോഡിക് ആവണം. എവരി ഓസിലേറ്ററി മോഷൻ ഈസ് പീരിയോഡിക്. എല്ലാ ഓസിലേറ്ററി മോഷനും പീരിയോഡിക്കാണ്. പക്ഷേ എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷനല്ല. ആ പോയിൻ്റ് വളരെ പ്രധാനമായിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ, അടുത്തൊരു പോയിന്റിലേക്ക് പോകാം, ശ്രദ്ധിക്കാം. പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് എ സ്പെഷ്യൽ കേസ് ബോത്ത് പീരിയോഡിക് ആൻഡ് ഓസിലേറ്ററി. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു സ്പെഷ്യൽ കേസാണ്, ബോത്ത് പീരിയോഡിക്കുമാണ് ഓസിലേറ്ററിയാണ്. ഓക്കെ, ശ്രദ്ധിക്കട്ടോ. ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ വളരെ പ്രധാനപ്പെട്ട സിമ്പിൾ ഹാർമോണിക് മോഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാം. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? ഇവിടെ നിന്നാണ് നിങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയത്. ഓക്കെ, ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അതിൻ്റെ ബേസ് ബോധ്യപ്പെട്ടല്ലോ, പുതിയ എക്സാമ്പിളുകളൊക്കെ കിട്ടിയല്ലോ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇറ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ എബൌട്ട് എ മീൻ പൊസിഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ, ഫോർവേഡ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് വേണം, അലോങ് എ സ്ട്രൈറ്റ് ലൈൻ എബൌട്ട് എ മീൻ പൊസിഷൻ. അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ആക്സലേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഏത് ഇൻസ്റ്റൻറ്റിലും ആക്സലേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവണം. ബട്ട് ദേ ആർ ഓപ്പോസിറ്റ്. ആക്സലേഷന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. എ പ്രൊപ്പോർഷണൽ ടു -y. ഹിയർ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ബോത്ത് ദീസ് ക്വാണ്ടിറ്റീസ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഓസിലേറ്ററി പാർട്ടിക്കിൾ ഈസ് ഗിവൺ ഒബേ ദ റിലേഷൻ. നമുക്കൊരു ഓസിലേറ്ററി പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെൻറ്റ് y is equal to a sin omega t plus y. y is equal to ബോർഡ് എക്സാം നമ്മൾ ഇതേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഓസിലേറ്ററി മോഷൻ y is equal to a sin omega t plus y. What is y? Displacement. What is a? Amplitude. That is maximum displacement of the particle. Omega angular frequency. Omega t plus phi കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് ഫേസ്. phi ഇനീഷ്യൽ ഫേസ്. ഓക്കെ, ദ മോഷൻ ഷുഡ് ബി പീരിയോഡിക്. പീരിയോഡിക് ആവൽ നിർബന്ധമാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവണമെങ്കിൽ ആ മോഷൻ ഏത് പാർട്ടിക്കിളിൻ്റെ മോഷൻ ആണെങ്കിലും പീരിയോഡിക് ആവൽ നിർബന്ധമാണ്. പിന്നെ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബട്ട് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ എഫും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ സിമ്പിൾ ഹാർമോണിക് മോഷനുമായിട്ട് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ എക്സാമ്പിളിലേക്ക് പോകാം. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എക്സാമ്പിൾ. ഓക്കെ, പ്രൊജക്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ പെർഫോമിങ് യൂണിഫോം സർക്കുലർ മോഷൻ ഓൺ എനി ഡയമീറ്റർ. മക്കളെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, ഒരു യൂണിഫോം സർക്കുലർ മോഷൻ എങ്ങനെ അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവുക എന്നുള്ളത് നമ്മൾ കുലങ്കുശമായി ചിന്തിച്ചാൽ നമുക്ക് ആകെ വട്ടാവും. യൂണിഫോം സർക്കുലർ മോഷൻ, ഞാൻ +1 പഠിച്ചപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ സിമ്പിൾ ഹാർമോണിക് അല്ല എന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ തല്ലുകൂടിയതാണ്. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ സിമ്പിൾ ഹാർമോണിക് ആണ് എന്ന് പറയാൻ കാരണം എബൌട്ട് ഡയമീറ്ററാണ്. ഡയമീറ്ററിനെ ബേസ് ചെയ്താണ്. ഇപ്പോൾ ഇതൊരു ഡയമീറ്ററാണ്. സപ്പോസ് ഇവിടുന്ന് ഇങ്ങോട്ടാണ്, ഇത് ഫോർവേഡ് മൂവ്മെൻറ്റാണ്. ഓക്കെ, പിന്നെ അത് അങ്ങോട്ട് പോകുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് തിരിച്ചിങ്ങോട്ട് പോരുന്നത്. അപ്പോൾ എബൌട്ട് ഡയമീറ്റർ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ സിൻസ് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എബൌട്ട് ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്ററിനെ ബേസ് ചെയ്ത് മാത്രം യൂണിഫോം സർക്കുലർ മോഷൻ സിമ്പിൾ ഹാർമോണിക് ആണ്.
ഹാവ് യു ഗോട്ട് ഐഡിയ? ഓക്കെ, അപ്പോൾ നമുക്ക് ആ കൺസെപ്റ്റ് ഞാനിവിടെ അവസാനിപ്പിച്ചു. ഇനി നമ്മൾ എക്സാമ്പിളുകൾ പഠിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ എക്സാമ്പിളാണ് യൂണിഫോം സർക്കുലർ മോഷൻ. ആക്ച്വലി യൂണിഫോം സർക്കുലർ മോഷൻ സിമ്പിൾ ഹാർമോണിക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം അത് എന്താ ഫുൾ ക്ലോക്ക് വൈസ് അല്ലേ, അല്ലെങ്കിൽ ഫുൾ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. പക്ഷേ അത് എബൌട്ട് ഡയമീറ്റർ സിമ്പിൾ ഹാർമോണിക് ആണ്. എന്താണ്? ദിസ് ഈസ് ഫോർവേഡ്, ദിസ് ഈസ് ഫ്രോ മോഷൻ. ഓക്കെ, യെസ്. ഇനി ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം വിത്ത് സ്മോൾ ആംപ്ലിറ്റ്യൂഡ്. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ വിത്ത് സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ പറ്റൂല, ഇത് ഹൈ ആംപ്ലിറ്റ്യൂഡാണ്. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ വിത്ത് സ്മോൾ ആംപ്ലിറ്റ്യൂഡ് റെപ്രസെൻറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, വൈബ്രേഷൻ ഓഫ് സ്പ്രിങ്സ് ഓഫ് ഒരു പോയിന്റ് കൊണ്ടുണ്ട്. ഓസിലേഷൻ ഓഫ് ലോഡഡ് സ്പ്രിങ്, ലോഡ് അറ്റാച്ച് ചെയ്ത സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് ആണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഹാർമോണിക്കിന് ഒന്ന് യൂണിഫോം സർക്കുലർ മോഷൻ പഠിച്ചു, പിന്നെ സിമ്പിൾ പെൻഡുലം പഠിച്ചു, ഓസിലേഷൻ ഓഫ് ലോഡഡ് സ്പ്രിങ് ലോഡ് അറ്റാച്ച് ചെയ്ത സ്പ്രിങ് സിമ്പിൾ ഹാർമോണിക്കാണ്. വൈബ്രേഷൻ ഓഫ് ദ പ്രോങ്സ് ഓഫ് ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ പ്ലസ് 1 പഠിച്ച സാധനമാണ് ട്യൂണിംഗ് ഫോർക്ക്, ലാബിൽ നിന്ന് കണ്ടതാണ്. ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിളാണ്. ഇത് ചിലർക്ക് പുതിയ അറിവായിരിക്കും. ഓസിലേഷൻ ഓഫ് എ ലിക്വിഡ് കോളം ഇൻ എ യൂട്യൂബിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ലിക്വിഡ് കോളത്തിൻ്റെ ഓസിലേഷൻ എങ്ങനെ സിമ്പിൾ ഹാർമോണിക് ആവുമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. യൂട്യൂബിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയ ചാനലിൻ്റെ പേരല്ല കേട്ടോ, ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേരുള്ള യൂട്യൂബ്. ഇവിടെ ഓസിലേറ്ററി മോഷൻ യൂട്യൂബ് വേറുണ്ട് കേട്ടോ. ഓക്കെ, കളിക്കല്ലേ. ഹാർമോണിക് മോഷൻ എന്താണ്? ഹാർമോണിക് മോഷൻ ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ പീരിയോഡിക് മോഷൻ ഈസ് എക്സ്പ്രസ്ഡ് ബൈ ഹാർമോണിക് ഫംഗ്ഷൻ ലൈക്ക് സൈൻ കോസ്. ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് സൈനും കോസും വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുവെങ്കിൽ such a type of all motion is called harmonic motion എന്നും പറയാം. ഓക്കെ, അതിനെ പീരിയോഡിക് ഫംഗ്ഷൻസ് സൈനും കോസും യൂസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഹാർമോണിക് മോഷൻ എന്ന് പറയാം. ഇനി സിമ്പിൾ ഹാർമോണിക് മോഷൻ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ എക്സാമ്പിളുകൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്കിപ്പോൾ സൈൻ സ്ക്വയർ, കോസ് സ്ക്വയർ, അതുപോലെ ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ ഇ റേസ് ടു എക്സ് എന്നൊരു ഫംഗ്ഷൻ ഒരിക്കലും സിമ്പിൾ ഹാർമോണിക് ആകില്ല. എങ്ങനെ? ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു കേട്ടോ, ശ്രദ്ധിക്കണേ. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് ഒരിക്കലും സിമ്പിൾ ഹാർമോണിക് അല്ല. ആക്സലേഷനും വെലോസിറ്റിക്കും ചിലപ്പോൾ കോസ് സ്ക്വയർ വരാം, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു സ്ക്വയർ വന്നാൽ, ഇ റേസ് ടു എക്സ് വന്നാൽ, ലോഗ് ഫംഗ്ഷൻ വന്നാൽ ഇതൊന്നും സിമ്പിൾ ഹാർമോണിക് ആകില്ല. അത് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ചില ഫംഗ്ഷൻ തന്നിട്ട് സിമ്പിൾ ഹാർമോണിക് ആണോ എന്ന് പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ ഈ ബോർഡ് ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത തിയറി പാട്ട് തുടങ്ങാം. ഓക്കെ, മക്കളെ, അപ്പോൾ നേരത്തെ പറഞ്ഞ തിയറിൻ്റെ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ ഹാർമോണിക് മോഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇക്വേഷൻസ് ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് y is equal to a sin omega t plus phi. Here a is the amplitude, omega angular frequency, phi initial phase, omega t plus phi is called phase. X is equal to the y is equal to a sin omega t plus phi എന്ന് എഴുതാം. X is equal to a cos omega t plus എന്ന് എഴുതാം. ഓക്കെ, കാരണം വൈക്കും എക്സും ആക്സിനിടയിൽ 90 ഡിഗ്രി ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ഒരാൾ സൈൻ ആണെങ്കിൽ ഒരാൾ കോസ് ആയിരിക്കും. If initial phase is equal to 0, then y is equal to a sin omega t. If initial phase is equal to 0, x is equal to a cos omega t. ഇവിടെ എ സൈൻ ഒമേഗ ടി, ഇവിടെ എ കോസ് ഒമേഗ ടിയും. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഓസിലേഷൻ പിന്നെ ത്രൂ ഔട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് എ സൈൻ ഒമേഗ ടി വെച്ചിട്ടാണ്. ഓക്കെ, ഇനി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v is equal to dy by dt ആണ്, അഥവാ y ഇയാളാണ്. അപ്പോൾ dy by dt of a sin omega t നമുക്ക് v is equal to a omega cos omega t എന്ന് കിട്ടും. v is equal to a omega cos omega t നോട്ട് ചെയ്യാം. വെലോസിറ്റി ഓഫ് ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ v is equal to a omega cos omega t. ഇനി v is equal to a omega, ഈ കോസ് ഒമേഗ ടിക്ക് പകരം നമുക്ക് കോസ് സ്ക്വയർ ഒമേഗ ടിക്ക് നമുക്ക് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് എഴുതാം. അപ്പോൾ റൂട്ട് ഇട്ട് കൊടുത്തിട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് എഴുതി. എനെ നമ്മൾ റൂട്ടിനകത്തേക്ക് കൊണ്ടുവന്നു. എനെ റൂട്ടിനകത്തേക്ക് പോയപ്പോൾ എ സ്ക്വയർ എ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് വന്നു. അപ്പോൾ v is equal to ഒമേഗനെ പുറത്തെടുത്താൽ എ സ്ക്വയർ മൈനസ് ഫൈവ് സ്ക്വയർ എന്ന് വരും, കാരണം y is equal to a സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ v is equal to ഒമേഗ റൂട്ട് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഓർത്ത് വെക്കണം. വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ v is equal to a ഒമേഗ കോസ് ഒമേഗ ടി ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി അറ്റ് മീൻ പൊസിഷനിലാണെങ്കിൽ ഇവിടെ y ഈക്വൽ ടു 0 വരും. അപ്പോൾ മക്കളെ ഒമേഗ ഇൻറ്റു എ പുറത്തെങ്കിൽ എ സ്ക്വയർ റൂട്ട് എ സ്ക്വയർ ഇപ്പോൾ പുറത്താകുകയാണെങ്കിൽ എ മാത്രമാകും. അപ്പോൾ വി മാക്സ് ഈക്വൽ ടു ഒമേഗ എ, വെലോസിറ്റി മാക്സിമം ഈക്വൽ ടു ഒമേഗ എ. അറ്റ് എക്സ്ട്രീം പൊസിഷൻ മീൻ പൊസിഷനിലാണെങ്കിൽ ഏറ്റവും വേഗതയിൽ മൂവ് ചെയ്യാൻ മീൻ പൊസിഷനിലാണ്, എൻഡിലെത്തുമ്പോൾ വേഗത കുറയും. അപ്പോൾ എക്സ്ട്രീം പൊസിഷൻ y ഈക്വൽ ടു എ, അഥവാ ആംപ്ലിറ്റ്യൂഡ് y ആക്സിലേക്ക് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഇങ്ങനെ വരുന്ന ഒരു ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾ ഇവിടെ എത്തുമ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡായി, ഇവിടെ എത്തുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കുറവായി, ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡായി. അപ്പോൾ y ഈക്വൽ ടു എ, y ഈക്വൽ ടു എ ആണെങ്കിൽ നമുക്ക് ഈ വൈക്ക് എ കൊടുത്തു. അപ്പോൾ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ 0, അപ്പോൾ ഒമേഗ ഇൻറ്റു 0 0, ദെൻ വെലോസിറ്റി ഈക്വൽ ടു 0. ഓക്കെ, ഇനി ആക്സിലറേഷൻ എന്താണ്? എ ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ആണ്. എ ഈക്വൽ ഡി വൈ ബൈ ഡി ടി. അപ്പോൾ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് എ ഒമേഗ കോസ് ഒമേഗ ടി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈ.
A equal to minus omega square y. At mean position y equal to 0. Mean position y equal to 0 ആണ്. അപ്പോൾ A equal to 0. At extreme position y equal to A. അപ്പോൾ A maximum equal to minus omega square y. A maximum equal to minus omega square y. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ A മാക്സിമത്തിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒമേഗ സ്ക്വയർ y കൊടുത്താൽ മതി. കാരണം പ്രോബ്ലം നമുക്ക് ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ബോത്ത് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ A മാക്സി ഈക്വൽ ടു പിന്നെ ശ്രദ്ധിക്കട്ടോ, A മാക്സിമം ബൈ V മാക്സിമം ഈക്വൽ ടു മൈനസ് ഒമേഗ. നമുക്ക് എന്ത് എഴുതാം? A മാക്സ് ബൈ V മാക്സ് ഈക്വൽ ടു ഒമേഗ. ഞാൻ പറഞ്ഞു നെഗറ്റീവ് സൈൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട. അപ്പോൾ A മാക്സിമം ബൈ V മാക്സിമം ഈക്വൽ ടു ഒമേഗ. A മാക്സിമം ബൈ V മാക്സിമം ഈക്വൽ ടു ഒമേഗ. ഇത് നമുക്ക് A മാക്സിമം ഈക്വൽ ടു ഒമേഗ സ്ക്വയർ A, V മാക്സിമം ഈക്വൽ ടു ഒമേഗ A. ഇത് രണ്ടും കൂടെ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണത്. ഓക്കെ, അപ്പോൾ A മാക്സിമം ബൈ V മാക്സിമം ഈക്വൽ ടു ഒമേഗ. എവിടെ നിന്നാണ് നമുക്ക് ഒമേഗ സ്ക്വയർ A കിട്ടിയത്? നമുക്ക് A ഈക്വൽ ടു ഒമേഗ സ്ക്വയർ y. അപ്പോൾ y ഈക്വൽ ടു A. y ഈക്വൽ ടു A ആകുമ്പോൾ A മാക്സിമം ഈക്വൽ ടു ഒമേഗ സ്ക്വയർ A ആണ്. A മാക്സിമം ഈക്വൽ ടു ഒമേഗ സ്ക്വയർ A ആണ്. ആ മൈനസ് ഒമേഗ സ്ക്വയർ എയും ഒമേഗ എയും ക്യാൻസൽ ചെയ്താൽ മൈനസ് ഒമേഗ വന്നു. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം A മാക്സ് ബൈ V മാക്സ് ഈക്വൽ ടു എന്തിട്ടാൽ മതി മക്കളെ? ഒമേഗ. ക്ലിയർ അല്ലേ? ഓക്കെ, ഓർത്ത് വെക്കണം. ഇനി കൈനറ്റിക് എനർജി. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു, വെലോസിറ്റി പറഞ്ഞു, ആക്സലറേഷൻ പറഞ്ഞു. ഇനി കൈനറ്റിക് എനർജി V ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് A സ്ക്വയർ മൈനസ് y സ്ക്വയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് കൈനറ്റിക് എനർജി എന്താ? ഹാഫ് എം V സ്ക്വയർ അല്ലേ? അപ്പോൾ നമ്മൾ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു V സ്ക്വയർ. അപ്പോൾ ഇതിന് V സ്ക്വയർ എത്തും. അപ്പോൾ ഹാഫ് എം രണ്ട് സൈഡിലുണ്ടാകും. V സ്ക്വയർ നടത്തുമ്പോൾ നമുക്ക് എന്ത് വരും? ഒമേഗ സ്ക്വയർ വരും. പിന്നെ A സ്ക്വയർ ഒമേഗ ഹാഫ് എം ഒമേഗ സ്ക്വയർ A സ്ക്വയർ. ഹാഫ് എം ഒമേഗ സ്ക്വയർ A സ്ക്വയർ. കാരണം സ്ക്വയർ ചെയ്യുന്നതോടുകൂടെ റൂട്ട് ഔട്ടായി. മൈനസ് ഇവിടെ മൈനസ് ഉണ്ട്. ഈ ടേമിന് ഇതൊക്കെ ബാധകമാണ്. അപ്പോൾ ഹാഫ് എം ഒമേഗ സ്ക്വയർ y സ്ക്വയർ. ക്ലിയർ അല്ലേ? അറ്റ് മീൻ പൊസിഷനിൽ y ഈക്വൽ ടു 0. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം. മീൻ പൊസിഷനിൽ y ഈക്വൽ ടു എന്താ? 0. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കൈനറ്റിക് എനർജി മാക്സിമം ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ A സ്ക്വയർ. കൈനറ്റിക് എനർജി മാക്സിമം ഈക്വൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ A സ്ക്വയർ. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം എന്താണ്? ഹാഫ് എം ഒമേഗ സ്ക്വയർ A സ്ക്വയർ. എപ്പോഴാണ് കൈനറ്റിക് എനർജി മാക്സിമം കിട്ടിയത്? അറ്റ് മീൻ പൊസിഷനിൽ y ഈക്വൽ ടു 0. ഇവിടെയാണ് y ഈക്വൽ ടു A മാക്സിമം കിട്ടുക. അപ്പോൾ y ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ടേം മൊത്തം 0 ആയിട്ട് പോകും. ബാക്കിയുള്ളത് ഇയാളാണ് കൈനറ്റിക് എനർജി മാക്സിമം ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ A സ്ക്വയർ. ഡീൽ? യെസ്. അറ്റ് എക്സ്ട്രീം പൊസിഷനിൽ y ഈക്വൽ ടു A. എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് y ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് കിട്ടും. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി മിനിമം. കാരണം y ഈക്വൽ ടു A എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? y ഈക്വൽ ടു A എന്ന് പറയുമ്പം ഇയാളും ഹാഫ് എം ഒമേഗ സ്ക്വയർ A സ്ക്വയർ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ A സ്ക്വയർ വരും. എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു 0. എക്സ്ട്രീം എൻഡിൽ അവിടെ നിൽക്കല്ലേ പാർട്ടിക്കിൾ. അപ്പോൾ കൈനറ്റിക് എനർജി ഇല്ല. അപ്പോൾ നമുക്ക് ആവറേജ് കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി മാക്സിമം പ്ലസ് കൈനറ്റിക് എനർജി മിനിമം ബൈ 2. ദിസ് ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി മിനിമം 0 ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ബൈ 2 ആണ് ആവറേജ് കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി ആവറേജ് ഈക്വൽ ടു 1/4. ഇവിടെ ഓൾറെഡി 1/2 എം ഒമേഗ സ്ക്വയർ A സ്ക്വയർ ഉണ്ട്. ഡിവൈഡ് ബൈ 2 കൂടെ വരുമ്പോൾ 1/4 എം ഒമേഗ സ്ക്വയർ A സ്ക്വയർ. അപ്പോൾ ആവറേജ് കൈനറ്റിക് എനർജി എന്താണ്? 1/4 എം ഒമേഗ സ്ക്വയർ A സ്ക്വയർ. ഇനി കൈനറ്റിക് എനർജി വേഴ്സസ് ടൈം ഇക്വേഷൻ. കൈനറ്റിക് എനർജിയും ടൈമും തമ്മിൽ റിലേഷൻ ഉണ്ട്. ആ ടൈമിൻ്റെ റിലേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഈക്വൽ ടു 1/4 എം ഒമേഗ സ്ക്വയർ A സ്ക്വയർ ഉണ്ട് 1 + cos 2 ഒമേഗ t + 5. 1 + cos 2 ഒമേഗ t + 5. ഓക്കെ, 1 + cos 2 ഒമേഗ t + 5 ഓർമ്മയിലുണ്ടാവണം കേട്ടോ. 1 + cos 2 ഒമേഗ t + 5. 1 + cos 2 ഒമേഗ t + 5. ഓക്കെ, അപ്പോൾ ഈ ഒമേഗ t + 5 ഫേസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഓർമ്മയിൽ വേണം. കൈനറ്റിക് എനർജിയും ടൈമും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. പലരും ബോർഡ് എക്സാമിന് പഠിച്ചിട്ടുണ്ടാവില്ല. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പഠിച്ചു വെക്കണം. കൈനറ്റിക് എനർജി ഈക്വൽ 1/4 എം ഒമേഗ സ്ക്വയർ A സ്ക്വയർ ഉണ്ട് 1 + cos 2 ഒമേഗ t + 5. ഓക്കെ, ഇനി ടൈം പീരിയഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ വേരിയേഷൻ ഓഫ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഓസിലേറ്റർ. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ടൈം പീരിയഡ് ആൻഡ് ഫ്രീക്വൻസി. ടൈം പീരിയഡും ഫ്രീക്വൻസിയും വേരി ചെയ്യുന്നു. വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ദ ഓസിലേറ്റർ. ഓസിലേറ്ററിൻ്റെ കൈനറ്റിക് എനർജി വേരി ചെയ്യുന്ന ആനുപാതികമായിട്ട് ടൈം പീരിയഡിനും ഫ്രീക്വൻസിക്കും ഉണ്ടാകുന്ന മാറ്റം എന്താണ്? വേരി ചെയ്യുമ്പോൾ T/2 ആൻഡ് 2 ഒമേഗ. അപ്പോൾ കൈനറ്റിക് എനർജി വേരി ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം പീരിയഡ് എന്തായിട്ട് മാറും? T/2 ആയിട്ട് മാറും. കൈനറ്റിക് എനർജി വേരി ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്തായിട്ട് മാറും? 2 ഒമേഗ ആയിട്ട് മാറും. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, നമുക്ക് അടുത്ത തിയറി പാർട്ടിലേക്ക് പോകാം. മക്കളെ, അപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജി പറഞ്ഞു. ഇനി പൊട്ടൻഷ്യൽ എനർജി. ഇഫ് എ ബോഡി ഈസ് ഡിസ്പ്ലേസ്ഡ് ത്രൂ ഡിസ്പ്ലേസ്മെൻറ്റ് y ഫ്രം മീൻ പൊസിഷൻ. ഒരു മീൻ പൊസിഷനിൽ y എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ബോഡിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കിട്ടും ഹാഫ് k/y സ്ക്വയർ. k എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. കേക്ക് നമുക്ക് എം ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ദെൻ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ y സ്ക്വയർ. അറ്റ് മീൻ പൊസിഷൻ y ഈസ് ഈക്വൽ ടു 0. ദെൻ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു 0. മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്, അഥവാ 0 ആണ്.
അറ്റ് എക്സ്ട്രീം പൊസിഷൻ എക്സ്ട്രീം എൻഡിൽ y ഈക്വൽ ടു a ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. അപ്പോൾ y ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണല്ലോ. ഇപ്പോൾ ഇവിടെ y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ എന്താ കിട്ടി? ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ അല്ലേ? പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ. ഈ വൈക്ക് നമ്മൾ എ സൈൻ ഒമേഗ ടി കൊടുക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് എഴുതാം. അപ്പോൾ എവിടെയെങ്കിലും പൊട്ടൻഷ്യൽ എനർജിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഓപ്ഷനിൽ എവിടെയെങ്കിലും കണ്ടാൽ അത് തെറ്റല്ല. എന്താണ് ഇവിടെ കിടക്കുന്ന ഈ വൈക്ക് നമ്മൾ എ സൈൻ ഒമേഗ ടി കൊടുത്താൽ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് വരും. അപ്പോൾ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ പൊട്ടൻഷ്യൽ എനർജി വേഴ്സസ് ടൈം ഇക്വേഷൻ നേരത്തെ നമ്മൾ കൈനറ്റിക് എനർജി വേഴ്സസ് ടൈം ഇക്വേഷൻ പറഞ്ഞതാണ്. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് 1/4 എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് 2 ഒമേഗ ടി പ്ലസ് 5. നേരത്തെ 1+ ആയിരുന്നു, കൈനറ്റിക് എനർജിൻ്റെ 1+ ആയിരുന്നു, ഇവിടെ 1- ആണ്. ഓർമ്മയിൽ വെക്കുക, രണ്ടും സിമിലർ ഇക്വേഷൻ കാണാൻ പഠിച്ചാൽ മതി. പിന്നെ ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഓസിലേറ്റർ. ടൈം പീരീഡും ഫ്രീക്വൻസിയും കൈനറ്റിക് എനർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജിൻ്റെ വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് ടൈം പീരീഡും ഫ്രീക്വൻസി എന്താണ്? T/2 ആകും, 2 ഒമേഗ ആകും. ഓക്കെ, ഇനി എനർജി ഡിസ്പ്ലേസ്മെൻറ്റ് കർവാണിത്. നമുക്ക് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എനർജി ഡിസ്പ്ലേസ്മെൻറ്റ് കർവാണ്. മീൻ പൊസിഷനിൽ നമുക്ക് മിനിമം കിട്ടിയ പൊട്ടൻഷ്യൽ എനർജിയാണ്. മീൻ പൊസിഷനിൽ മാക്സിമം ഉണ്ട് കൈനറ്റിക് എനർജി. അപ്പോൾ ഈ കർവ് കൈനറ്റിക് എനർജി, ഈ കർവ് പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഗ്രാഫ് വളരെ പ്രാധാന്യത്തോടു കൂടി ഓർത്ത് വെക്കണം കേട്ടോ. ഈ ഗ്രാഫ് പലപ്പോഴും പരീക്ഷയ്ക്ക് ഗ്രാഫ് തന്നിട്ട് ഏതാണ് കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ പൊട്ടൻഷ്യൽ എനർജി ആവറേജ് എന്തായിരിക്കും? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ആവറേജ് ഈക്വൽ ടു 1/4 എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം മൈനസ് പൊട്ടൻഷ്യൽ എനർജി മിനിമം ബൈ 2. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ ഒരു ഇക്വേഷൻ പൊട്ടൻഷ്യൽ എനർജി 1/4 എം. ഇനി നമുക്കിപ്പോൾ എന്ത് കിട്ടി മക്കളെ? ശ്രദ്ധിക്കുക, കൈനറ്റിക് എനർജി മാക്സിമം ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് കിട്ടിയില്ലേ? അതുപോലെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ കിട്ടി. നമുക്ക് നേരത്തെ കൈനറ്റിക് എനർജി മാക്സിമം എന്തിനാണ് കിട്ടി? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ് കിട്ടിയത്. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എന്തിനാണ് കിട്ടുന്നത്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി എന്ത് വരും? ടോട്ടൽ എനർജി ഓഫ് എസ് എച്ച് എം. ടോട്ടൽ എനർജി ഓഫ് എസ് എച്ച് എന്ത് വരും? ടോട്ടൽ എനർജി ഇ ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അഥവാ ഇ ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് എം ഒമേഗ സ്ക്വയർ ഈ എ സ്ക്വയർ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഇവിടെ കിട്ടിയല്ലോ, ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ. ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ അല്ല മക്കളെ? ഇത് കൈനറ്റിക് എനർജി ടേം, ഇത് പൊട്ടൻഷ്യൽ എനർജി ടേം. കൈനറ്റിക് എനർജി ടേം നമ്മൾ നേരത്തെ എഴുതി. അപ്പോൾ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി. ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ ആണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടേമും ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് എനർജി മാക്സിമം ടോട്ടൽ എനർജി ഈക്വൽ ടു എന്ത് വരും? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് വരും. കറക്റ്റ് അല്ലേ? ടോട്ടൽ എനർജി എന്ത് വരും? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി മാക്സിമം പൊട്ടൻഷ്യൽ എനർജി മാക്സിമം കിട്ടിയത് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. ടോട്ടൽ എനർജിയും കിട്ടിയത് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എഴുതാം എന്ത്? കൈനറ്റിക് എനർജി മാക്സിമം ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ഈക്വൽ ടു ടോട്ടൽ എനർജി എന്ന് എഴുതാം. കൈനറ്റിക് എനർജി മാക്സിമം ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ഈക്വൽ ടു ടോട്ടൽ എനർജി. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ തിയറി കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ ഒരു കോളം വരച്ചിട്ടുണ്ട്. ഈ കോളം നമുക്ക് എൻട്രൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ കുറേ ഷോർട്ട് കട്ട് റിസൾട്ടുകൾ കിട്ടാവുന്ന ഒരു കോളമാണ്. ഓക്കെ, നമുക്കിവിടെ y ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് ഈ കോളത്തിൻ്റെ മുകളിൽ നമുക്കൊരു ഹെഡിങ് കൊടുക്കാം. y ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. അഥവാ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഈ പിന്നെ 0 എയിലേക്ക് പോകുമ്പോൾ 0 a/2 പോകുമ്പോൾ 0 to a/√2 പോകുമ്പോൾ 0 to √3a/2 പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ടൈം പീരീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി, ഇതൊക്കെ പലപ്പോഴും പല പരീക്ഷകൾക്ക് ചോദിച്ചതാണ്. ഇതിലെ മൊത്തം റിസൾട്ടുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഷുവറാണ് ഒരു 4 മാർക്ക് നിങ്ങൾക്ക് വരാനിരിക്കുന്ന എക്സാമിൽ ഇതിലേതെങ്കിലും ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്കുണ്ടാവും. ഓക്കെ, നമുക്ക് ആദ്യം റിസൾട്ട് കാണാം. ബേസിക് ഇക്വേഷൻ y ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. നമ്മുടെ ബേസിക് ഇക്വേഷൻ y ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. ഓക്കെ, ഇനി നമുക്ക് y ഈക്വൽ ടു എ ആണ്. നമുക്ക് y ഈക്വൽ ടു 0 to a അഥവാ y ഈക്വൽ ടു എ. y ഈക്വൽ ടു എ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും?
എ ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. എ ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. മക്കളെ നമുക്ക് എയും എയും വെട്ടിപ്പോയി. അപ്പോൾ 1 ഈക്വൽ ടു സൈൻ ഒമേഗ ടി. ഓക്കെ, അപ്പോൾ സൈൻ ഒമേഗ ടീൻ്റെ വാല്യൂ എന്താ? 1. എപ്പോഴും വൈ ഈക്വൽ ടു എ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ആകുമ്പോൾ വൈ ഈക്വൽ ടു ഫ്രം 0 ആണ് കേട്ടോ. വൈ ഈക്വൽ ടു എ ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് 1 ഈക്വൽ ടു സൈൻ ഒമേഗ ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, സൈൻ ഒമേഗക്ക് പകരം 2π/t എന്ന് എഴുതാമല്ലോ. അപ്പോൾ 2π/t ഇൻറ്റു ടി ഈക്വൽ ടു 1 അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് ഈ സൈൻ തീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ ദിസ് തീറ്റ ഈക്വൽ ടു വാട്ട്? 90 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2π/t ഇൻറ്റു ടി ഈക്വൽ ടു π/2. π/2 അല്ലേ 90? അപ്പോൾ നമുക്ക് പയ്യും വെട്ടി. അപ്പോൾ നമുക്ക് ടി ഈക്വൽ ടു എന്ത് വരും? ഈ ടി റൈറ്റിലോട്ട് പോകും, t/, ഈ 2 താഴേക്ക് പോരും, അപ്പോൾ t/4. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു എ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? t/4. അപ്പോൾ t/4 ആണ് ടൈം പീരീഡ് y ഈക്വൽ ടു എ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൽ. ഡൗട്ടില്ലല്ലോ? നമുക്ക് ഒമേഗക്ക് 2π/t കൊടുത്തു, ടി ഇവിടെ നിർത്തി, ടി റൈറ്റിലേക്ക് പോയി, പയ്യും ക്യാൻസലായി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 2 ഇങ്ങോട്ട് പോകുന്ന ടി ഈക്വൽ ടു ടൈം ടി ഈക്വൽ ടു t/4. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വെലോസിറ്റി കാണണം. വെലോസിറ്റി എന്താ മക്കളെ? നമുക്ക് v is equal to a ഒമേഗ അല്ലേ? v is equal to a ഒമേഗ, അത് തന്നെയാണ് വെലോസിറ്റി. കാരണം y ഈക്വൽ ടു v is equal to റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് y സ്ക്വയർ അല്ലേ? v is equal to റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് y സ്ക്വയർ. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു a ആണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് v is equal to റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് a സ്ക്വയർ, ദെൻ v is equal to 0 എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു a എന്ന് പറയുമ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലേ? അപ്പോൾ വെലോസിറ്റി 0 അല്ലേ? അപ്പോൾ നമുക്ക് വെലോസിറ്റി 0. ഓക്കെ, വാട്ട് ഈസ് ആക്സിലറേഷൻ? എന്താണ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ മക്കളെ? ആക്സിലറേഷൻ ഇക്വേഷൻ is equal to മൈനസ് ഒമേഗ സ്ക്വയർ വൈ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ y ഈക്വൽ ടു എ ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എ. അപ്പോൾ നമുക്ക് മൈനസ് ഒമേഗ സ്ക്വയർ എ, അതാണ് ആക്സിലറേഷൻ. ഇനി y ഈക്വൽ ടു എ ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്താ മക്കളെ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ. മക്കളെ y ഈക്വൽ ടു എ ആണെങ്കിൽ ഇവിടെ എ സ്ക്വയർ വരും, ഇയാളും തട്ടിപ്പോവും. കൈനറ്റിക് എനർജി ഈക്വൽ ടു 0. കൈനറ്റിക് എനർജി ഈക്വൽ ടു 0. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? Potential energy equal to half m omega square y square. If y equal to a, then potential energy equal to half m omega square a square. അപ്പോൾ നമുക്കിവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ത് എഴുതാം? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് എഴുതാം. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ വാട്ട് ഈസ് ടോട്ടൽ എനർജി? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? അപ്പോൾ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ തന്നെ. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഇത് എം ഒമേഗ സ്ക്വയറിന് വേണമെങ്കിൽ കെ എന്ന് കൊടുത്താൽ ഇവിടെ ഹാഫ് കെ എ സ്ക്വയർ എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, അങ്ങനെ ചില ബുക്കിലുണ്ടാകാം. അപ്പോൾ അവിടെ ഹാഫ് കെ എ സ്ക്വയർ എന്ന് എഴുതാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക. അതേപോലെ നമുക്ക് y ഈക്വൽ ടു a/2 കാണാം. a/2 കൂടെ ഞാൻ കണ്ടുതരാം, ബാക്കി നിങ്ങൾ കാണണം കേട്ടോ. y ഈക്വൽ ടു a/2. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു a/2 ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? a/2 ഈക്വൽ ടു a സൈൻ ഒമേഗ ടി. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ എയും വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് 1/2 ഈക്വൽ ടു സൈൻ ഒമേഗ ടി. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് സൈൻ ഒമേഗ ടി ഈക്വൽ ടു 1/2 ആണെങ്കിൽ നമുക്ക് 1/2 ഈക്വൽ ടു സൈൻ ഒമേഗ ടി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, സൈൻ 2π/t, ഒമേഗക്ക് പകരം 2π/t ഇൻറ്റു ടി ഈക്വൽ ടു 1/2. ഓക്കെ, നമുക്ക് എത്രക്കാണ് സൈൻ 1/2 കിട്ടൽ? സൈൻ 30ക്കല്ലേ നമുക്ക് 1/2 കിട്ടൽ? സൈൻ 30ക്കല്ലേ 1/2 കിട്ടൽ? അപ്പോൾ 30 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? π/6 അല്ലേ 30? ഓർമ്മയിലുണ്ടാവണം. π/6 അല്ലേ 30?
3×6 18. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ 30 ആണ് 1/2. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2π/t = 1/2 എന്ന് വരണമെങ്കിൽ ഇവിടെ 30 വരണ്ടേ. അപ്പോൾ നമുക്ക് 2π/t × t = π/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 30. പയ്യും ക്യാൻസലായി. അപ്പോൾ t = എന്ത് വരും മക്കളെ? t റൈറ്റിലോട്ട് പോകും, പിന്നെ 2 × 6 t/12, t = t/12. അപ്പോൾ t/12ലാണ് y = a/2 ഉണ്ടാവുക. y a-ലെത്ത് t/4ലാണ്, t/12ലാണ് a/2ലെത്തുക. ഓക്കെ, അപ്പോൾ ടൈം പീരീഡിൻ്റെ 12 സമയം കൊണ്ട് a/2ലെത്തും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. വാട്ട് ഈസ് വെലോസിറ്റി? y = a/2. വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു √a² - a/2 എന്നല്ലേ. അപ്പോൾ a²/4 അങ്ങനെയല്ലേ മക്കളെ വരിക. അപ്പോൾ v ഈസ് ഈക്വൽ ടു, അവിടെ ഒരു ഒമേഗ ഉണ്ടല്ലോ അല്ലേ, ഒമേഗ ഇൻറ്റു √a² - y² ആണ്. അപ്പോൾ v ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു √a² - a²/4 എന്നാണ് വരിക. a/2 എന്നാണല്ലോ, അപ്പോൾ a²/4 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് വരും? v ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു 4a² - a², ദാറ്റ് ഈസ് 3a². അപ്പോൾ v ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു 3a². അപ്പോൾ നമുക്ക് എന്ത് വരും? v ഈസ് ഈക്വൽ ടു √3 ω a. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എന്ത് കിട്ടി? √3 ω a. വാട്ട് ഈസ് ആക്സലറേഷൻ? ആക്സലേഷൻ എന്ത് കിട്ടും മക്കളെ? ആക്സലറേഷൻ -ω² ഇൻറ്റു y എന്ന് പറഞ്ഞാൽ a/2, ω² a/2. അപ്പോൾ ½ ω² a, അപ്പോൾ -½ ω² a. ഓക്കെ അല്ലേ? അപ്പോൾ ആക്സലേഷനും ക്ലിയർ അല്ലേ? വാട്ട് ഈസ് കൈനറ്റിക് എനർജി? എന്താണ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എന്താ പറയൂ? കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്താണ്? ½ mω² a² മൈനസ് ½ mω² a²/2. ഇവിടുന്ന് ½ mω² പുറത്തെടുക്കാം. അപ്പോൾ കൈനറ്റിക് എനർജി ഈക്വൽ ടു ½ mω² പുറത്തെടുത്തു. അപ്പോൾ a² - a²/2. അപ്പോൾ എന്ത് വരും? കൈനറ്റിക് എനർജി ഈക്വൽ ടു ½ mω² ഇൻറ്റു 2a² - a² ഓൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്ത് വരും മക്കളെ? 2a² - a²/2 അല്ലേ. അപ്പോൾ a²/2, ദിസ് ഈസ് a²/2. അതായത് a²ന്ന് a²/2 മൈനസ് ചെയ്താൽ 2 × a 2a² - a² ഓൾ ഡിവൈഡ് ബൈ 2, a²/2. അപ്പോൾ നമുക്ക് 2 × 2 4. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി എന്ത് കിട്ടും? 1/4 mω² a². അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 1/4 mω² a². അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? y = a/2ൽ പൊട്ടൻഷ്യൽ എനർജി എന്ത് കിട്ടും മക്കളെ? പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ½ mω² y². y²ന് yക്ക് a/2 ആണെങ്കിൽ y²ന് എന്താണ്? a²/4. a²/4. നമ്മളിത് തെറ്റിയിട്ടില്ലല്ലോ? ഒരു ഡൗട്ടുണ്ട്. ഇത് y² അല്ലേ, അപ്പോൾ ഇവിടെ a²/4 അല്ലേ മക്കളെ? അപ്പോൾ 4a² - a² എന്നല്ലേ വരിക? y² ½ mω² y². y = a/2 ആണെങ്കിൽ y² = a²/4 അല്ലേ? അപ്പോൾ 4a² - a² എന്ന് പറഞ്ഞാൽ 3a² അല്ലേ? 3a²/4 അല്ലേ? 3a²/4 അല്ലേ? അപ്പോൾ ഇത് തെറ്റിയിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കാഞ്ഞത്? നമുക്ക് എന്ത് വരും? 3a²/4 ആണെങ്കിൽ നമുക്ക് 2 × 4 8 അല്ലേ? അപ്പോൾ 3m omega square a square by 8. 3/8. അപ്പോൾ ഇനി പൊട്ടൻഷ്യൽ എനർജി എന്താ നോക്കാം. പൊട്ടൻഷ്യൽ എനർജി അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി 1/8 ഉണ്ടാവുള്ളൂ. 3/8 അല്ലേ അടുത്ത്. അപ്പോൾ 1/8 ഉണ്ടാവുള്ളൂ. അപ്പോൾ 3/8 + 1/8 എത്ര? 4/8. അപ്പം ഹാഫ് കിട്ടും. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 1/8 m omega square a square.
1/8 m omega square a square. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ടോട്ടൽ എനർജി കിട്ടണം. അപ്പോൾ കറക്റ്റാണ്. ഇത് രണ്ടും കൂടെ കൂടിയാൽ 3/8 1/8 എത്ര 4/8. അപ്പോൾ 4/8 വരുമ്പോൾ എത്ര 1/2. അപ്പോൾ കറക്റ്റാണ്. ടോട്ടൽ എനർജി 1/2 m omega square a square. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇനി സമയം കളയുന്നില്ല. ഇങ്ങനെ ഈ കോളം മൊത്തം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഈ കോളം മൊത്തം ഫില്ല് ചെയ്യുക. ഇത് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ കിട്ടും. ഓക്കെ, ചില സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ കിട്ടും. എന്തൊക്കെയാണ് റിസൾട്ട് വരിക മക്കളെ ശ്രദ്ധിച്ചോളൂ. ഒരു മിനിറ്റ്. നമുക്ക് a/√2 മൈക്കാണേ at y equal to a/√2 കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആയിരിക്കും. ഇത് കിട്ടുന്നുണ്ടോ നോക്കണം. y ചെയ്യാൻ കിടക്കുന്നുള്ളൂ, ചെയ്തുകൊണ്ടു. ഓക്കെ, അടുത്തത് y equal to a/2 നമുക്ക് കൈനറ്റിക് എനർജി ഈക്വൽ ടു 3 ടൈംസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജിയാണ്. കൈനറ്റിക് എനർജി ഈക്വൽ ടു 3 ടൈംസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജിയാണ്. കറക്റ്റ് അല്ലേ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ 1/8 m omega square a square അല്ലേ? അതിൻ്റെ 3 ടൈംസ് അല്ലേ ഇവിടുത്തെ കൈനറ്റിക് എനർജി? 3/8 m omega square a square അല്ലേ? അപ്പോൾ പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യം വരിക? കൈനറ്റിക് എനർജി ഓഫ് ദ ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾ ഈസ് ബിക്കം 3 ടൈംസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി വെൻ വാട്ട് ഈസ് ദ ടൈം? at what time the kinetic energy become equal to 3 times of potential energy? അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പെട്ടെന്ന് ഞെട്ടണ്ട. t/12 ആണ്. നമ്മൾ ഈ പെട്ടി പഠിച്ചു വെച്ച സിമ്പിളാണ്. t/12 ആണ്. ഞാൻ സമയത്തുള്ള വെലോസിറ്റി ചോദിച്ചാൽ √3 ഒമേഗയാണ്. ഇങ്ങനെ നമുക്ക് ഏത് ചോദ്യം വന്നാലും കൈനറ്റിക് എനർജി 3 ആവും എപ്പോഴാണ്, 3 ടൈംസ് ആവും എപ്പോഴാണ്, 1/3 ആവും എപ്പോഴാണ്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവും എപ്പോഴാണ്, കൈനറ്റിക് എനർജി പകുതി ആവും എപ്പോഴാണ്. ഇങ്ങനെ ഏത് ചോദ്യം വന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം പീരീഡ് അല്ലെങ്കിൽ ടൈം പീരീഡ് t/4 ആകുന്ന സമയത്തുള്ള കൈനറ്റിക് എനർജി എന്താണ്, ടൈം പീരീഡ് t/12 ആകുന്ന സമയത്തുള്ള പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ഇങ്ങനെ ഏത് രൂപത്തിലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളൊരു പെട്ടി ഉണ്ടാക്കിയിട്ട് പരമാവധി എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും അത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഇവയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് അതൊരു നോട്ടാക്കി മാറ്റുക. ഷുവർ ഒരു ചോദ്യം അതിൽ നിന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കി പൂർത്തിയാക്കി സമയം കളയുന്നില്ല. നിങ്ങൾ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. മക്കളെ, അപ്പോൾ നമ്മളെന്തൊക്കെ പഠിച്ചു? നമ്മൾ പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലേഷൻ, ടൈം പീരീഡ്, അതുപോലെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ കണ്ടീഷനും പഠിക്കാനുള്ള ടെക്നിക്കൊക്കെ പഠിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ തിയററ്റിക്കൽ ബേസിൽ കുറച്ച് ഗ്രാഫ് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഗ്രാഫ് വരിക എന്നുള്ളത് നന്നായി ശ്രദ്ധിക്കട്ടോ. ഒന്നാമത്തെ ഗ്രാഫ് YT ഗ്രാഫ് അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. y = a sin omega t എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ സൈൻ വേവ് ആണ് ഉണ്ടാവുക. സൈനിന് നമുക്ക് ഇവിടുന്ന് തുടങ്ങും. ഇതാണ്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തൊട്ട് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കട്ടോ, t/4 ആകുന്ന സമയത്ത് y = a, ആ സമയത്ത് ടൈം എന്താണ്? t/4 അല്ലേ? ഓർമ്മയില്ലേ നമ്മൾ തൊട്ട് മുമ്പ് പെട്ടിയിൽ ചെയ്ത്? അപ്പോൾ y = a സമയത്ത് t കിട്ടിയത് t/4 അല്ലേ? നോക്കൂ ഇവിടെയല്ലേ y = a എന്ന് പറഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലേ നമുക്ക് മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ y = a ആയ സമയത്തുള്ള ടൈം പീരീഡ് എന്താ? t/4 അല്ലേ? ഓക്കെ, അപ്പോൾ t/2 0 ആകും ഡിസ്പ്ലേസ്മെൻറ്റ്. 3t/4 വീണ്ടും നെഗറ്റീവ് മാക്സിമം ആകും. പിന്നെ ടിയിൽ ടൈം പീരീഡ് കംപ്ലീറ്റ് ടി. ഓക്കെ, ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ആവുന്നതിന് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയാം. ടി എന്ന് പറഞ്ഞ ടൈമിൽ ഒരു ഓസിലേഷൻ പൂർത്തിയായി. ഓക്കെ, അപ്പോൾ y = a sin omega t എന്ന് പറഞ്ഞ ഗ്രാഫ് ഇതാണ്, അഥവാ സിമ്പിൾ സൈനിൻ്റെ ഗ്രാഫ്. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കണേ, നമുക്ക് ഇത് v = a cos omega t, അതായത് കോസാണ്. ഇപ്പോൾ സൈനും കോസും ഒരു π/2 ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഇത് പോസിറ്റീവാണ്. നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഇവിടെ നിന്നാണ് തുടങ്ങുക. പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് തുടങ്ങി. നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നിന്നാണ് തുടങ്ങുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കട്ടോ, v = a omega cos omega t. അപ്പോൾ നമുക്കിത് t/4 വരുന്നത്. കാരണം t/4 ആകുന്ന സമയത്ത് ഇവിടെയും വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്. t/4 നേരത്തെ പെട്ടിക്കോളത്തിൽ പെട്ടെന്ന് y = a ആയ സമയത്ത് t/4 ആകുന്ന സമയത്തുള്ള വെലോസിറ്റി 0 അല്ലേ? അപ്പോൾ വെലോസിറ്റി ഈ എക്സ് ആക്സിസിൽ എല്ലായിടത്തും വെലോസിറ്റി 0 അല്ലേ? ക്ലിയർ അല്ലേ? സംശയമുണ്ടോ? നമുക്ക് VT ഗ്രാഫ് ഈ ടൈമിൽ. അപ്പോൾ അതാണ് നമ്മൾ ആ ഈ ഗ്രാഫൊക്കെ വരച്ചത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പെട്ടിയെ ബേസ് ചെയ്താണ്. ഓക്കെ, ക്ലിയർ? എത്ര പെർഫെക്റ്റാണ് ആ കൺസെപ്റ്റുകൾ. ഗ്രാഫിൽ നോക്ക്, t/2 ആകുന്ന സമയത്ത് വെലോസിറ്റി അവിടെ എന്തായിരുന്നു? 0.
കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പം വി ഈസ് ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി ഗ്രാഫ്. ഇനി നമുക്ക് ആക്സലേഷൻ ടൈം ഗ്രാഫ്. ഇപ്പം നമുക്ക് എന്തുണ്ട്, നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും ഒരു π/2 ഡിഫറൻസ് ഉണ്ട് കേട്ടോ. π/2 മുമ്പിലാണ് ആര്? വെലോസിറ്റി. π/2 ബാക്കിലാണ് ആര്? ഡിസ്പ്ലേസ്മെൻറ്റ്. ഓർമ്മയിലുണ്ടാവണം. ഇനി ആക്സലേഷൻ ടൈം ഗ്രാഫ്. ആക്സലേഷൻ ടൈം ഗ്രാഫ് എന്നാൽ -ω² എ സൈൻ ഒമേഗ ടി. സൈൻ ഒമേഗ ടി മൈനസ് ആണ്, അപ്പോൾ നെഗറ്റീവ് തുടങ്ങണം ഗ്രാഫ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങി സൈനാണ്, അപ്പോൾ ഇതേപോലെ ഇവിടുന്ന് പോസിറ്റീവ് എന്ന്, ഇത് നെഗറ്റീവ് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഈ ഗ്രാഫ് മനസ്സിലായല്ലോ. അപ്പോൾ ഈ സമയത്ത് ആക്സിലറേഷൻ T/2 എന്താ? 0 അല്ലേ? ആക്സിലറേഷൻ T/2 എന്താണ്? 0. T/4 എന്താ? മാക്സിമം അല്ലേ? നമുക്ക് ഈ ω² എ അല്ലേ കിട്ടിയ ആക്സിലറേഷൻ നേരത്തെ T/4. ക്ലിയർ ആണ്, ചെക്ക് ചെയ്ത് നോക്ക്. ഓക്കെ, അപ്പോൾ T/2 0 അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ ഇനി ഇവ തമ്മിലുള്ള ആരൊക്കെ മുന്നിട്ട് നിൽക്കുന്നു? വെലോസിറ്റി π/2 ലീഡ് ചെയ്യുന്നുണ്ട്. ആരെ കമ്പയർ ചെയ്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് കമ്പയർ ചെയ്ത്. ഓക്കെ, പിന്നെ ആക്സിലറേഷൻ ലാഗ് ചെയ്യുന്നുണ്ട്. എത്ര? 180 ഡിഫറൻസ് ഉണ്ട് ആരുമായിട്ട്? ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ട്. എന്നാൽ π/2 ഡിഫറൻസ് ആണ് ഇയാളുമായിട്ടുള്ളത്. പക്ഷേ 3π/2 ഡിഫറൻസ് ഒന്നും പറയാം. കാരണം ഇവിടുന്ന് തിരിച്ച് മേലെത്തുമ്പോൾക്ക് എന്താണ് 3π/2 വരുമല്ലോ. ഈ ഒരു π/2 ഉണ്ട്. ഇതിവിടെ എത്തുമ്പോൾക്ക് π/2 വന്ന് പിന്നെ തിരിച്ച് താഴേക്ക് എത്തണ്ടേ. അപ്പോൾ ഇവക്കിടയിൽ ഒരു 3π/2 ഡിഫറൻസ് ഉണ്ടെന്നും പറയാം. ഓക്കെ, എന്നാൽ ആക്സിലറേഷനും ഇപ്പോൾ വെലോസിറ്റിക്കും ആക്സിലറേഷനും ഇടയിൽ π/2 ഓർ 3π/2 ഡിഫറൻസ്. എന്നാൽ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഇടയിൽ π ഡിഫറൻസ്. എന്നാൽ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റിനും വെലോസിറ്റിക്കും ഇടയിൽ π/2 ഡിഫറൻസ്. ഓർമ്മയിലുണ്ടാവണം എല്ലാ ഡിഫറൻസുകളും. ഇനി നമുക്ക് VY ഗ്രാഫ് ഓർത്ത് വെക്കുക, എലിപ്സാണ്. VY ഗ്രാഫ് എന്താണ്? എലിപ്സാണ്. AV ഗ്രാഫ് ആക്സിലറേഷൻ വെലോസിറ്റി ഗ്രാഫ് എലിപ്സാണ്. മാറരുത്, ഓർത്ത് വെക്കണം. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് എലിപ്സാണ്. ഓക്കെ, AV ഗ്രാഫും എലിപ്സാണ്. കേട്ടല്ലോ? കാരണം എലിപ്സ് വരാൻ കാരണം π/2 വന്നാലും 3π/2 വന്നാലും നമുക്ക് എലിപ്സാണ് കിട്ടുക. അപ്പോൾ ഇവക്കിടയിൽ നമുക്ക് ആദ്യം VY ഗ്രാഫാണ്. ഇവക്കിടയിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ π/2 ആണ്. അടുത്തത് എന്താണ്? AV ഗ്രാഫാണ്. ഇവക്കിടയിൽ ഡിഫറൻസ് പറഞ്ഞാൽ π/2 3π/2 എങ്ങനെ വന്നാലും എലിപ്സാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ അടുത്ത ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ AY ഗ്രാഫാണ്. ഇയാളും ഇതെന്താണ്? സ്ട്രൈറ്റ് ലൈനാണ്. കാരണം എന്താ മക്കളെ? ഇവന്ന് 0 തുടങ്ങി മാക്സിമായി, 0 തുടങ്ങി മാക്സിമായി. അപ്പോൾ വേരിയേഷൻ സ്ട്രൈറ്റ് അല്ലേ? ഒരേപോലെയല്ലേ വേരി ചെയ്യുന്നത്? പോയിൻറ്റ് മാക്സിമായി T/2 മിനിമായി, ഇവിടെയും T/2 മിനിമായി, 3T/4 മാക്സിമായി, 3T/4 മാക്സിമായി, Tയിൽ മിനിമായി. അപ്പോൾ ഇതൊരു സ്ട്രൈറ്റ് ആയിട്ടല്ലേ ഇതിൻ്റെ വേരിയേഷൻ പോണേ? രണ്ടാളും ഒരേപോലെയല്ലേ വേരി ചെയ്യുന്നത്? ഒരു വ്യത്യാസമുള്ളൂ, നെഗറ്റീവ് ആണെന്നുള്ളൂ. ഒരാൾ നെഗറ്റീവ് ആണെന്നുള്ളൂ. അപ്പോൾ നെഗറ്റീവ് ക്വാഡ്രൻറ്റിലൂടെ സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഏത് ഗ്രാഫ് കിട്ടും? AY ഗ്രാഫ് കിട്ടും. അപ്പോൾ ഗ്രാഫുകളുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ, അതിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത തിയറി ടോപ്പിലേക്ക് പോകുന്നു. മക്കളെ, അപ്പോൾ നമ്മൾ വെലോസിറ്റി, ആക്സലറേഷൻ, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ്, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ കടക്കാൻ പോകുന്ന അടുത്തൊരു സെഷനിലേക്ക്, അഥവാ സിമ്പിൾ ഹാർമോണിക് മോഷനുമായി ബന്ധപ്പെട്ട എക്സാമ്പിളുകളിൽ പ്രധാനമായിട്ടും നമുക്ക് 2 ആളുകൾ പരിചയപ്പെടാണ്ട്. ഒന്ന് സിമ്പിൾ പെൻഡുലുണ്ട്, അതുപോലെ സ്പ്രിംഗ് ഉണ്ട്. അപ്പോൾ സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓസിലേഷൻ ഡ്യൂ ടു സ്പ്രിംഗ് ശ്രദ്ധിക്കണേ. ഓസിലേഷൻ ഡ്യൂ ടു സ്പ്രിംഗ്. M മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ സ്പ്രിംഗ് സിസ്റ്റം X എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. സ്പ്രിംഗ് സിസ്റ്റത്തിന് X എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇവിടെ F പ്രപ്പോർഷണൽ ടു -x ആയിരിക്കും. F പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? -x ആയിരിക്കും. F പ്രപ്പോർഷണൽ ടു -x. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് സ്പ്രിംഗ് സിസ്റ്റം. ഇതിൻ്റെ എക്സ്റ്റെൻഡഡ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ F പ്രപ്പോർഷണൽ ടു -x ആണ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഹൂക്സ് ലോ. ഇത് നമ്മൾ എന്താ വിളിക്കുന്നത്? ഹൂക്സ് ലോ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ഓൺ ദ സ്പ്രിംഗ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ F is equal to -kx. ഓക്കെ, F is equal to -kx. അപ്പോൾ നമുക്ക് K is called സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. Kനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്?
സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എന്നാണ് വിളിക്കുന്നത്. കെനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ കെനെ വിളിക്കുന്ന പേര് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ കെനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് സ്റ്റിഫ്നെസ്. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സ്പ്രിങ്ങിന് സ്റ്റിഫ്നെസ് കുറവായിരിക്കും, ഹാർഡ് സ്പ്രിങ്ങിന് സ്റ്റിഫ്നെസ് കൂടുതലായിരിക്കും. അതാണ് ഓർമ്മയിലുണ്ടാവണം കേട്ടോ. സോഫ്റ്റ് സ്പ്രിങ്ങിന് സ്റ്റിഫ്നെസ് കുറവും, ഹാർഡ് സ്പ്രിങ്ങിന് സ്റ്റിഫ്നെസ് കൂടുതലും. അപ്പോൾ കെനെ വിളിക്കുന്ന പേര് സ്റ്റിഫ്നെസ് എന്ന് വിളിക്കുന്നുണ്ട്, സ്റ്റിഫ്നെസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ കെ ഈസ് കോൾഡ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഓർ സ്റ്റിഫ്നെസ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ. ഇവിടുന്ന് തുടങ്ങി തിരിച്ച് ഇവിടെ തന്നെ എത്തുന്നതാണ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തണം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ കെക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കെ ഈക്വൽ ടു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എം ഒമേഗ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇതാണല്ലോ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം എന്ന് എഴുതാം. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം. മക്കളെ, അപ്പോൾ നമുക്ക് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം ആണെങ്കിൽ ഒമേഗ ഈക്വൽ ടു റൂട്ട് കെ ബൈ എം അല്ലേ? ഒമേഗ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? റൂട്ട് കെ ബൈ എം. ഒമേഗക്ക് പകരം നമുക്ക് 2π/t എന്ന് എഴുതാമല്ലോ. അപ്പോൾ 2π/t ഈക്വൽ ടു മക്കളെ നമുക്ക് റൂട്ട് കെ ബൈ എം അല്ലേ? ഒമേഗക്ക് പകരം നമുക്ക് 2π/t എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 2π/t ഈക്വൽ റൂട്ട് കെ ബൈ എം അല്ലേ? അപ്പോൾ നമുക്ക് t/2π ഈക്വൽ ടു റൂട്ട് എം ബൈ കെ അല്ലേ? ലെഫ്റ്റും റൈറ്റും നമ്മൾ തിരിച്ചിട്ടു. t/2π ഈക്വൽ ടു റൂട്ട് എം ബൈ കെ. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു എന്ത് വരും? ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് എം ബൈ കെ. അപ്പോൾ ടൈം പീരീഡ് ഓഫ് ദ ഓസിലേഷൻ ഓഫ് ദ സ്പ്രിംഗ്. ടൈം പീരീഡ് ഓഫ് ദ ഓസിലേഷൻ ഓഫ് ദ സ്പ്രിംഗ് ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് എം ബൈ കെ. കിട്ടിയില്ലേ? ടൈം പീരീഡ് ഓഫ് ദ ഓസിലേഷൻ ഓഫ് ദ സ്പ്രിംഗ് കിട്ടിയില്ലേ? ഇനി നമുക്ക് ഫ്രീക്വൻസി അപ്പോൾ എന്തായിരിക്കും? നേരെ തിരിച്ചായിരിക്കും. ഇവിടുന്ന് നമുക്ക് ഫ്രീക്വൻസി ഓഫ് ദ ഓസിലേഷൻ ഓഫ് ദ സ്പ്രിംഗ് ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു എന്ത് വരും? നേരെ തിരിച്ചിട്ടാൽ പോരെ. ഇവിടുന്ന് ഇതാ 2π/t അല്ലേ? അപ്പോൾ 1/t ഈക്വൽ ടു 1/2π ഇൻറ്റു റൂട്ട് കെ ബൈ എം. അപ്പോൾ ഫ്രീക്വൻസി എന്ത് വരും? ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു 1/2π ഇൻറ്റു റൂട്ട് കെ ബൈ എം. 1/2π ഇൻറ്റു റൂട്ട് കെ ബൈ എം ആണ് ഫ്രീക്വൻസി. ഈ 2π ഇങ്ങോട്ട് റൈറ്റിലോട്ട് പോയാൽ ഇവിടെ തന്നെ ഫ്രീക്വൻസി കിട്ടി. അപ്പോൾ നമുക്ക് ടൈം പീരീഡ് കിട്ടി 2π ഇൻറ്റു റൂട്ട് എം ബൈ കെ. ഫ്രീക്വൻസി കിട്ടി 1/2π ഇൻറ്റു റൂട്ട് കെ ബൈ എം. ഓക്കെ, യെസ്. അപ്പോൾ ഇനി ശ്രദ്ധിക്കട്ടോ, ഞാൻ ഈ 1/2π ഇൻറ്റു റൂട്ട് കെ ബൈ എം കാണുന്നുണ്ടോ എന്ന് പോയി നോക്കിയാൽ ക്യാമറയിൽ. അപ്പോൾ സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ട് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എന്താണ് സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ എന്ന് ആധികാരികമായി അറിഞ്ഞിരിക്കണം. ഞാൻ ഈ ഭാഗം വായിക്കുകയാണ്. കെനെ വിളിക്കുന്ന പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. മക്കളെ, ഈ സ്പ്രിങ് ഇങ്ങനെ തിരിച്ചെത്തി കഴിഞ്ഞാലാണ് നമ്മൾ കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയുക. ദിസ് ഈസ് ഓസിലേഷൻ. അഥവാ ഫോർവേഡ് മൂവ്മെൻറ്റ് വേണം, തിരിച്ച് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് പറ്റി ഇനീഷ്യൽ പൊസിഷനിൽ തിരിച്ചെത്തണം. ഇതിനാണ് ഓസിലേഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് ഹാഫ് ഓസിലേഷൻ അല്ലേ? അപ്പോൾ ഈ സമയത്ത് ടൈം പീരീഡോ, ഹാഫ് ഓസിലേഷൻ്റെ ടൈം പീരീഡോ, ഇവിടുത്തെ ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു റൂട്ട് എം ബൈ കെ. വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്. ഹാഫ് ഓസിലേഷൻ, ഫുൾ ഓസിലേഷൻ ടൈം പീരീഡ് എന്താ? 2π ഇൻറ്റു റൂട്ട് എം ബൈ കെ. അപ്പോൾ ഹാഫ് ഓസിലേഷൻ ടൈം പീരീഡ് എന്താ? ടി ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു റൂട്ട് എം ബൈ കെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ സ്പ്രിങ്ങിൻ്റെ കേസിൽ ഓർമ്മയിലുണ്ടാവണം കേട്ടോ. ഓക്കെ, ഇനി സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് സീരീസ് പാരലുണ്ട്. സീരീസ് പാരൽ കോമ്പിനേഷനുകളുണ്ട്. ഞാൻ ഈ ഭാഗം അങ്ങ് മായ്ക്കുകയാണ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പം നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ. മക്കളെ, ഇനി ഒരു സ്പ്രിങ്ങിനെ നമ്മൾ ശ്രദ്ധിക്കണേ. ഒരു സ്പ്രിങ്ങിനെ നമ്മൾ ഇങ്ങനെ വെച്ചു, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൊണ്ടുപോയി വെച്ചു. ഇത് മാസ് സ്പ്രിങ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ. ഈ സമയത്ത് ഇതിൻ്റെ ടൈം പീരീഡിന് മാറ്റം ഉണ്ടാകുമോ? ഇല്ല. ടൈം പീരീഡ് പൊസിഷൻ, അതായത് പ്ലെയിനിൻ്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പ്ലെയിനിൻ്റെ നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ടൈം പീരീഡ് ഏത് പ്ലെയിനിലാണെങ്കിലും നമുക്ക് ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് എം ബൈ കെ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ടൈം പീരീഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ടൈം പീരീഡ് ഡസ് നോട്ട്, ശ്രദ്ധിക്കണം കേട്ടോ, ടൈം പീരീഡ് ഓഫ് ദ സ്പ്രിങ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ജി. അപ്പോൾ ഇയാളെ കൊണ്ടുപോയിട്ട് മൂണിൽ വെച്ചാലും ടൈം പീരീഡ് തന്നെ, അതായത് ടൈം പീരീഡ് ഓഫ് ദ ഓസിലേഷൻ ഓഫ് ദ സ്പ്രിങ് ഇൻ എർത്ത് ഈസ് ഈക്വൽ ടു ടൈം പീരീഡ് ഓഫ് ദ ഓസിലേഷൻ ഓഫ് ദ ഇൻ മൂൺ. മൂണിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ടൈം പീരീഡ് കാണുകയാണെങ്കിലും അതുപോലെ നമുക്ക് എവിടെ വെച്ചിട്ട് ടൈം പീരീഡ് കാണുകയാണെങ്കിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആരുടെ കേസിൽ? സ്പ്രിങ്ങിൻ്റെ കേസിൽ. ഓർമ്മയിലുണ്ടാവണം. ഇനി നമ്മൾ
ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം കേട്ടോ. ഇൻക്ലൈൻഡ് പ്ലെയിനിലാണെങ്കിലും ടൈം പീരീഡ് സെയിം ആണെന്നുള്ള പോയിന്റ് ഓർത്ത് വെക്കണം. ഇനി നമ്മൾ സ്പ്രിങ്ങിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. രണ്ട് സ്പ്രിങ്ങിനെ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ദിസ് ഈസ് എം മാസ് K1 K2. ഒന്നാമത്തെ സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് K1ഉം രണ്ടാമത്തെ സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് K2. അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് സ്പ്രിങ് എന്ന് പറയുന്നത് നമുക്ക് 1/K സീരീസ് ഈക്വൽ ടു 1/K1 + 1/K2. ഇതാണ് സീരീസ് കോമ്പിനേഷനിലെ ഇഫക്റ്റീവ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കാണാൻ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് 1/Ks ഈക്വൽ ടു K2 + K1/K1 K2 എന്ന് വരും. കേസ് മുകളിലേക്ക് ഇട്ടാൽ K ഇഫക്റ്റീവ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു K1 K2/K1 + K2 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇഫക്റ്റീവ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് എന്ന് വന്നു K1 K2/K1 + K2 എന്ന് വന്നില്ലേ? ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഇനി പാരലൽ കോമ്പിനേഷൻ ആണെങ്കിലോ മക്കളെ, പാരലൽ കോമ്പിനേഷൻ ശ്രദ്ധിച്ചോളൂ. ഇത് പാരലൽ കോമ്പിനേഷനാണ്. ഇവിടെ ഇതാ മാസ് അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഈ മാസിലേക്കുള്ള ഈ രണ്ട് സ്പ്രിങ്ങുകളും പാരലൽ കോമ്പിനേഷനാണ്. ദിസ് ഈസ് K1 K2. അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് K ഇഫക്റ്റീവ് ഈക്വൽ ടു K1 + K2 ആണ്. ഈ സിസ്റ്റത്തിൻ്റെ ഇഫക്റ്റീവ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് എന്നാണ് K1 + K2 ആണ്. ഓക്കെ. അപ്പോൾ ഈ സീരീസ് കോമ്പിനേഷനിൽ ശ്രദ്ധിക്കണേ. ഇനി ഇതിൻ്റെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്ത്, പിന്നെ K1 എന്ന് പറയുന്ന സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ടൈം പീരീഡ് T1 ആണ്. K2 എന്ന് പറയുന്ന സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ടൈം പീരീഡ് T2 ആണ്. അങ്ങനെയാണെങ്കിൽ സീരീസ് കോമ്പിനേഷനിലെ ഇഫക്റ്റീവ് ടൈം പീരീഡ് ഓഫ് ദ ഓസിലേഷൻ ഓഫ് ബോത്ത് ദി സ്പ്രിങ് in series combination TS is equal to √T1² + T2² ആണ്. ഓർമ്മയിലുണ്ടാവണം. എന്താണ് TS is equal to √T1² + T2² ആണ്. ഓക്കെ, √T1² + T2² ആണ് കേട്ടോ. എന്താണ് നമുക്ക് സീരീസ് കോമ്പിനേഷനിലെ ടൈം പീരീഡ്, അതായത് രണ്ട് സ്പ്രിങ് ഉണ്ടെങ്കിൽ കേട്ടോ, ഒരെണ്ണമാണെങ്കിൽ നമുക്കറിയാലോ. അപ്പോൾ √T1² + T2² കണ്ടാൽ സീരീസ് കോമ്പിനേഷനിലെ നമുക്ക് ടൈം പീരീഡ് കിട്ടും. ഇനി പാരലൽ കോമ്പിനേഷനിലെ ടൈം പീരീഡ് അപ്പോൾ എന്തായിരിക്കും? പാരലൽ കോമ്പിനേഷനിലെ K1 കറസ്പോണ്ടിങ് ആയിട്ട് T1 എന്ന് പറയുന്ന ടൈം പീരീഡും K2 കറസ്പോണ്ടിങ് ആയിട്ട് T2 എന്ന് പറയുന്ന ടൈം പീരീഡ് ഉണ്ടെങ്കിൽ പാരലൽ കോമ്പിനേഷനിലെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് TP ഈക്വൽ ടു T1 T2/√T1² + T2². ഈ രണ്ട് സീരീസ് കോമ്പിനേഷനിലെ ടൈം പീരീഡും പാരലൽ കോമ്പിനേഷനിലെ ടൈം പീരീഡ് ഓഫ് ദ ഓസിലേഷൻ ഓഫ് ദ സ്പ്രിങ്ങും ഈ രണ്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനായിട്ട് എഴുതി വെക്കണം കേട്ടോ. കേട്ടല്ലോ? ഓക്കെ, ഇങ്ങനെ രണ്ടെണ്ണം തരികയാണെങ്കിൽ കണ്ടീഷനിലെ ടൈം പീരീഡാണത്. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. K ഇഫക്റ്റീവും K1 + K2 K1 + K2. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇനി നമ്മൾ മക്കളെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ സ്പ്രിങ് ആണ്. ഒരു പോയിന്റ് ഇത് ഓർത്ത് വെക്കുക. സ്പ്രിങ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ സ്പ്രിങ് ആണ്. സ്പ്രിങ്ങിൻ്റെ ലെങ്ത് കൂടുന്തോറും നമുക്ക് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കുറഞ്ഞു വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ്, നമ്മൾ സ്പ്രിങ്ങിനെ കട്ട് ചെയ്തു. ഇതിപ്പോൾ നമ്മുടെ സ്പ്രിങ് ആണ്. ഇതിനെ നമ്മൾ ഇങ്ങനെ പീസാക്കി മാറ്റി എങ്കിൽ ഓരോ സ്പ്രിങ്ങിൻ്റെയും സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ഇഫക്റ്റീവ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ NK ആയിരിക്കും. ഓക്കെ, NK ആയിരിക്കും ഓരോന്നിൻ്റെയും. അപ്പോൾ ഇനിയിപ്പം 10 ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഈച്ച് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് 10K ആയിരിക്കും. ഓരോന്നിൻ്റെതും 10K ആയിരിക്കും. അപ്പോൾ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റീവ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് എന്താണ്? NK ആണ്. ഇഫക്റ്റീവ് അല്ല, ഈച്ച് സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് NK ആണ്. ഓർമ്മയിലുണ്ടാവണം കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ എഴുതിയ നോട്ടൊന്ന് വായിച്ചുതരാം, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഫോർ സീരീസ് കോമ്പിനേഷൻ ഓഫ് സ്പ്രിങ് വിത്ത് സെയിം മാസ് ഇറ്റ്സ് ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഈസ് TS ഈക്വൽ ടു √T1² + T2². ഇനി നോട്ട് പോയിൻ്റ് ചെയ്താൻ വേണ്ടിയിട്ടാണ് നോട്ട് പറഞ്ഞിരുന്നത്. ഇനി ഫോർ പാരലൽ കോമ്പിനേഷൻ ഓഫ് സ്പ്രിങ് വിത്ത് സെയിം മാസ് ഇറ്റ്സ് ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഈസ് TP ഈക്വൽ ടു T1 T2/√T1² + T2². ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫോർ എ സ്പ്രിങ് ദ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത് ആൻഡ് K പ്രൊപ്പോർഷണൽ ടു 1/L. അടുത്ത പോയിൻ്റ് നമ്മൾ പറഞ്ഞ പോയിൻ്റ് തിയററ്റിക്കൽ പോയിൻ്റ് എഴുതണമെങ്കിൽ when a spring is cut into n equal parts then the force constant of each part is NK.
then the force constant of each part is nk. ഓക്കെ, അടുത്തത് കപ്പിൾഡ് ഓസിലേറ്റർ. എന്താണ് കപ്പിൾഡ് ഓസിലേറ്റർ? കപ്പിൾഡ് ഓസിലേറ്റർ ശ്രദ്ധിച്ചോ, ഒരു എൻഡിൽ മാസ്, രണ്ട് എൻഡിലും ഒരു സ്പ്രിങ്ങിൻ്റെ രണ്ട് എൻഡിലും മാസ് ഘടിപ്പിച്ചു, ഒരു സ്പ്രിങ്ങിൻ്റെ രണ്ട് എൻഡിലും മാസ് ഘടിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈം പീരീഡ് എന്താണ്? ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു √μ/k. ഈ മ്യൂനെ നമ്മൾ വിളിക്കുന്ന പേര് റെഡ്യൂസ്ഡ് മാസ് എന്നാണ്. മ്യൂനെ വിളിക്കുന്ന പേരെന്താണ്? റെഡ്യൂസ്ഡ് മാസ്. അപ്പം മ്യൂ എന്താണ്? മ്യൂ ഈക്വൽ ടു m1 m2/m1 + m2 ആണ്. മ്യൂ ഈക്വൽ ടു m1 m2/m1 + m2. ഓക്കെ, ഇങ്ങനെ ഒരു കണക്റ്റഡ് മാസിൻ്റെ ഒരു പ്രീവിയസ് പ്രോബ്ലം ഉണ്ട്, നമുക്കത് വർക്കൗട്ട് ചെയ്യാം. ഇപ്പോഴല്ല, നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിൽ വർക്കൗട്ട് ചെയ്യും. അപ്പം നമുക്ക് ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു √m1 m2/m1 + m2 ഇൻറ്റു k എന്ന് വരും ഇതിൻ്റെ ടൈം പീരീഡ്. ഇതിൻ്റെ കപ്പിൾഡ് ഓസിലേറ്ററിൻ്റെ ടൈം പീരീഡ്. ഹിയർ k ഈസ് ദ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഓഫ് ദ ഗിവൻ സ്പ്രിംഗ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ടോ, ഇനി ഇങ്ങനത്തെ ഒരു കണക്ഷൻ വന്നാൽ, ഇങ്ങനെ ഒരു കണക്ഷൻ വന്നു മാസ് ഇവിടെ. മക്കളെ, ഇത് ഏതാണ് കണക്ഷൻ? ശ്രദ്ധിച്ചോളൂ. ഇത് സീരീസ് ആണോ പാരലാണോ? ഇത് എൻഡ് ടു എൻഡ് കണക്ഷൻ അല്ല, അതുകൊണ്ട് ഇത് പാരലാണ്. അപ്പോൾ ഇവിടുത്തെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K1 ഇവിടുത്തെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K2 ആണെങ്കിൽ ഇഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു K1 + K2 ആണ്. ഓർമ്മയിലുണ്ടാവണം, ഇഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു K1 + K2. ഓക്കെ, മക്കളെ, ഇനി സ്പ്രിങ്ങിൻ്റെ സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ, ഓക്കെ, ഇത് തിയററ്റിക്കൽ പാർട്ട് നമ്മൾ പഠിക്കുന്നല്ല, പക്ഷേ JEE അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം സ്റ്റാർ കണക്ഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കട്ടോ, അതുമായി ബന്ധപ്പെട്ട തിയറി പറയാണ്. ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റാർ കണക്ഷൻ, m മാസ് ഇവിടുന്നൊക്കെ ഓരോ സ്പ്രിങ് ഉണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് താഴോട്ട് ഒരു സ്പ്രിങ് ഉണ്ട്. ഓക്കെ, എങ്കിൽ ഇതിനെയാണ് നമ്മൾ സ്റ്റാർ കണക്ഷൻ എന്ന് പറയാം. ഇതിന് ഓസിലേഷൻ ഉണ്ടാകും. അപ്പോൾ ആക്സലേഷൻ ഓഫ് ദ ബ്ലോക്ക്, ഈ ബ്ലോക്കിനുണ്ടാകുന്ന ആക്സലേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ A is equal to 2k1 cos² θ + k2 / m × -y. ഇതാണ് ഇതിൻ്റെ ആക്സലേഷൻ ഇക്വേഷൻ. ഓർത്ത് വെക്കുക, കാണാതെ പഠിച്ചുകൊണ്ട് 2k1 cos² θ + k2 / m × -y. ഈ ഇക്വേഷനൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് JEEക്ക് പ്രീവിയസ് ആയിട്ടൊരു പ്രോബ്ലം സ്റ്റാർ കണക്ഷന് ചോദിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കഷൻ സെഷനിൽ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ എങ്ങനെ ഡിറൈവ് ചെയ്ത് വന്നു മനസ്സിലാവും. അപ്പോൾ A = K1 cos² θ + k2 / m × -y. അപ്പോൾ നമുക്ക് മക്കളെ, ഇത് ω² സ്ഥാനത്തല്ലേ, അപ്പോൾ നമുക്ക് ω² = എന്തെഴുതാം? ω² എന്തെഴുതാം? ω² നമുക്ക് നമുക്ക് എന്തെഴുതാം? 2k1 cos² θ + k2 / m എന്ന് എഴുതിക്കൂടെ? കാരണം ഇത് A = -ω² y ആണ്. ഇപ്പോൾ ഇവിടെ -y കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇത് ω² റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ω² എന്ത് കിട്ടി? 2k1 cos² θ + k2 / m. അപ്പോൾ നമുക്ക് ω = എന്ത് വരും മക്കളെ? √2k1 cos² θ + k2 / m അല്ലേ? m ഇതാണ്. അപ്പോൾ നമുക്ക് K1 ഉം K2 ഏതാണെന്നുള്ള ചോദ്യം ഉണ്ടാകും. അപ്പോൾ K1 K2. അപ്പോൾ ഇത് രണ്ടും K1, ഇയാളാണ് K2. ഓക്കെ, ഇവക്കിടയിലാണ് ആംഗിൾ ഉള്ളത്. ഓക്കെ, ഇവക്കിടയിലാണ് ആംഗിൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ആംഗിളാണ് θ. ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ω 2k1 cos² θ + k2 / m. സ്വാഭാവികമായും നമുക്ക് എന്ത് വരും? ഒമേഗയ്ക്ക് പകരം 2π/t എന്ന് എഴുതാം. അപ്പോൾ 2π/t = √2k1 cos² θ + k2 / m അല്ലേ മക്കളെ? റൂട്ട് അതിനും ബാധകമാണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് ടൈം പീരീഡ് ഓഫ് ദ സ്റ്റാർ കണക്ഷനിലെ ടൈം പീരീഡിലേക്ക് എത്തി നമ്മൾ. ടൈം പീരീഡ് ഓഫ് ദ സ്റ്റാർ കണക്ഷൻ T is equal to അല്ലെങ്കിൽ നമുക്ക് T/2π is equal to √m/2k1 cos square theta plus k2. Then T is equal to 2π into √m/2k1 cos square theta plus k2. This is the time period of the oscillation of the spring in star connection. ഓക്കെ അല്ലേ? ഒരു പുതിയ അനുഭവമാണ്. സ്റ്റാർ കണക്ഷനുമായി ബന്ധപ്പെട്ട ഇക്വേഷനൊക്കെ പഠിച്ചു നോക്കട്ടെ. കാണാതെ നമുക്ക് ആംഗിൾ തരും, എന്നിട്ട് ചിലപ്പോൾ ആക്സലേഷൻ ചോദിക്കാം, ടൈം പീരീഡ് ചോദിക്കാം, ചിലപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഒക്കെ തരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് രണ്ടെണ്ണത്തിന് നമ്മൾ ഒരേ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കൊടുക്കും ഒരാൾ. കാരണം ഇയാൾക്കിടയിലാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്ത്. കേട്ടല്ലോ? ഓക്കെ, നമ്മളിപ്പോൾ സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. അതുപോലെ സിമ്പിൾ പെൻഡുലുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നന്നായി ശ്രദ്ധിച്ചിരിക്കുക. സിമ്പിൾ പെൻഡുലുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒരുപാട് ചോദിക്കാറുണ്ട്. ലിസൺ ഹിയർ. ഓക്കെ, അപ്പോൾ ഞാൻ സിമ്പിൾ പെൻഡുലം വരയ്ക്കുകയാണ്. ഇതൊരു ബോബ്, ഓസിലേറ്റ് ചെയ്ത് ഇവിടെ എത്തി. ഓക്കെ, ഇത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പോയിൻ്റിൽ നിന്ന്. ഇതാണ് ഇതിൻ്റെ മെയിൻ പോയിൻ്റ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ബോബ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പെൻഡുലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് L, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്ത്ത് എന്താ മക്കളെ? L. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആംഗിൾ തീറ്റ. അപ്പോൾ ദിസ് ഈസ് mg, ദാറ്റ് ഈസ് വെയ്റ്റ്. mg ഡൗൺവാർഡ് ഉണ്ടാവുക. അപ്പോൾ ഇത് നേരെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളും തീറ്റയാണ്. അപ്പോൾ നമുക്ക് ഇതിലിങ്ങോട്ടും ഒരു വെക്ടർ വരക്കാം. അപ്പോൾ ദിസ് ഈസ് mg കോസ് തീറ്റ, ദിസ് ഈസ് mg സൈൻ തീറ്റ. മക്കളെ, ഇനി ഇവിടുന്ന് നേരെ മേലേക്കും നമ്മൾ ഈ mgക്ക് നേരെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഡോട്ടഡ് ലൈൻ വരക്കാം. എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. അപ്പോൾ ദിസ് ഈസ് L, ഈ ലെങ്ത്ത് L ആണ്. അപ്പോൾ ഇതിന് നമുക്ക് L കോസ് തീറ്റ എന്ന് കൊടുത്തൂടെ? ഇതിന് നമുക്ക് L കോസ് തീറ്റ എന്ന് കൊടുത്തൂടെ? ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ സിമ്പിൾ പെൻഡുലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ എഴുതിയത്. ഇനി ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഡിസ്പ്ലേസ് ചെയ്ത പോയിൻറ്റിലേക്കുള്ള ഒരു ഹൈറ്റാണ് h. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്താണ് L. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. സിമ്പിൾ പെൻഡുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാണ്. നന്നായി ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. നമുക്ക് മക്കളെ ടൈം പീരീഡ് ഓഫ് ദ ഓസിലേഷൻ ഓഫ് ദ സിമ്പിൾ പെൻഡുലം T is equal to 2π into √L/g. ഇവിടുന്ന് രണ്ട് പോയിൻ്റ് നമുക്ക് കിട്ടും. ഒന്ന് T പ്രൊപ്പോർഷണൽ ടു √L. ഓക്കെ, അപ്പോൾ നമുക്ക് ലെങ്ത്ത് കൂടിയാൽ ടൈം പീരീഡ് കൂടുമെന്ന് ചോദിക്കാറുണ്ട്. ലെങ്ത്ത് ഓഫ് ദ പെൻഡുലം കൂടിയാൽ ടൈം പീരീഡ് കൂടും, ലെങ്ത്ത് ഓഫ് ദ പെൻഡുലം കുറഞ്ഞാൽ ടൈം പീരീഡ് കുറയും. രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? T പ്രൊപ്പോർഷണൽ ടു 1/√g. ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞാൽ ടൈം പീരീഡ് കൂടും, ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടിയാൽ ടൈം പീരീഡ് കുറയും. ഇവിടുന്ന് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്താ? ഇഫ് ദ പെൻഡുലം ഈസ് ടേക്കൻ ടു മൂൺ, നമ്മൾ മൂണിലേക്ക് പെൻഡുലം കൊണ്ടുപോകുകയാണെങ്കിൽ, ചന്ദ്രനിലേക്ക് പെൻഡുലം കൊണ്ടുപോകുകയാണെങ്കിൽ അവിടെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവാണ്, ദെൻ ടൈം പീരീഡ് ഇൻക്രീസസ്. അപ്പോൾ എർത്തിലാണോ മൂണിലാണോ സിമ്പിൾ പെൻഡുലം ടൈം പീരീഡ് കൂടുതലെന്ന് ചോദിച്ചാൽ എന്താ മക്കളെ ആൻസർ? പറയൂ. എർത്തിലാണ് ആസ് കമ്പയർഡ് ടു മൂൺ. ബിക്കോസ് അല്ല, മൂണിലാണ് ആസ് കമ്പയർഡ് ടു എർത്ത്, ബിക്കോസ് the value of g small as compared to the value of earth. ഓക്കെ, അപ്പോൾ T പ്രൊപ്പോർഷണൽ ടു 1/g, g കുറവുള്ളിടത്ത് ടൈം പീരീഡ് കൂടും. അതുകൊണ്ട് 3 ടൈം പീരീഡ് കൂടുതലാണ്. ഇനി നമുക്ക് ടൈം പീരീഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യാൻ വേറെ കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ മക്കളെ, ഇതല്ലേ നമ്മളെ പെൻഡുലത്തിൻ്റെ ലെങ്ത്തിൽ സ്ട്രിങ് മെറ്റീരിയൽ, ഇതിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ T. ഓക്കെ, ഇപ്പോൾ ഇതിനെ നമ്മൾ ഒരു സർക്കിളായിട്ട് നമ്മളിങ്ങനെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, വലിയൊരു സർക്കിളായിട്ട് നമ്മളിങ്ങനെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഈ സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട് ഒരു സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യൂലേ? ദാറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു mv²/L. ആ ഫോഴ്സ് എന്താണ്? mv²/L ആണ്. mv²/L ആണ് ആ ഫോഴ്സ്. അപ്പോൾ നമുക്ക് mv²/L ഈക്വൽ ടു ആരൊക്കെ വരും? mv²/Lൻ്റെ അതേ ഡയറക്ഷനിലല്ലേ ടെൻഷൻ? mv²/Lൻ്റെ അതേ ഡയറക്ഷനിലല്ലേ ടെൻഷൻ? അപ്പോൾ നമുക്ക് mv²/L ഈക്വൽ ടു T.
അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ എം ജി കോസ് തീറ്റ. നോക്കൂ എം ജി കോസ് തീറ്റ. അപ്പോൾ ടി മൈനസ് എം ജി കോസ് തീറ്റ. അപ്പോൾ ടെൻഷൻ ആക്ട് ഓൺ ദ പെൻഡുലത്തിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ എന്താ? ടി സി ഈക്വൽ ടു എം ജി കോസ് തീറ്റ ഇങ്ങോട്ട് പോന്നാൽ മതി, എം വി സ്ക്വയർ ബൈ എൽ പ്ലസ് എം ജി കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പെൻഡുലത്തിൽ ആക്ട് ചെയ്യുന്ന സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് കണ്ടു, പെൻഡുലത്തിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ കണ്ടു. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് കാണാൻ നമുക്ക് എച്ച് ആണ്. ശ്രദ്ധിച്ചോളൂ, എച്ച് ഹൈറ്റ് ഓഫ് ദ പെൻഡുലം ഫ്രം ദ മീൻ പൊസിഷൻ എന്നുള്ള ഹൈറ്റ് ഓഫ് ദ പെൻഡുലം. എച്ച് ഈക്വൽ ടു, മക്കളെ ശ്രദ്ധിച്ചേ, എച്ച് ഈക്വൽ ടു എൽ മൈനസ് എൽ കോസ് തീറ്റ അല്ലേ? നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എൽ ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എൽ കോസ് തീറ്റയാണ്, അഥവാ ഈ ലെങ്ത് എൽ കോസ് തീറ്റയാണ്. ഇതെല്ലാണെങ്കിൽ തീറ്റയോട് ചേർന്ന കമ്പൗണ്ട് എൽ കോസ് തീറ്റ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എൽ കോസ് തീറ്റയാണ്. അപ്പോൾ എൽ മൈനസ് എൽ കോസ് തീറ്റയാണ് എച്ച്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ദ ബോബ് എന്താ? നമുക്ക് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gh ഉണ്ടല്ലോ. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, അതുകൊണ്ട് വി സ്ക്വയർ ഈക്വൽ ടു 2gh. അപ്പോൾ വി സ്ക്വയർ ഈക്വൽ ടു 2g ഇൻറ്റു എൽ മൈനസ് എൽ കോസ് തീറ്റ അല്ലേ? അപ്പോൾ നമുക്ക് വി സ്ക്വയർ ഈക്വൽ ടു 2g ഇൻറ്റു എൽ മൈനസ് എൽ കോസ് തീറ്റ ആണെങ്കിൽ വി സ്ക്വയർ ഈക്വൽ ടു 2gl ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gl ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇത് വെലോസിറ്റി ഓഫ് ദ ബോബ് കിട്ടിയില്ലേ? വെലോസിറ്റി ഓഫ് ദ ഓസിലേറ്റിംഗ് ബോബ് കിട്ടിയില്ലേ? ലെങ്ത് ഓഫ് ദ സിമ്പിൾ പെൻഡുലുമായി കമ്പാരിസൺ ചെയ്തിട്ടുള്ള വെലോസിറ്റി കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഹൈറ്റ് കിട്ടിയില്ലേ? ഹൈറ്റ് ഓഫ് ദ പെൻഡുലം കിട്ടിയില്ലേ? അപ്പോൾ ഇതൊക്കെ സിമ്പിൾ പെൻഡുലുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ബോർഡ് എക്സാമിന് കമ്പയർ ചെയ്തിട്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഇത്തിരി കാര്യങ്ങൾ സിമ്പിൾ പെൻഡുലുമായി ബന്ധപ്പെട്ട് പഠിക്കാണ്ട്. ഓക്കെ, ഞാൻ ബോർഡ് വൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക്, ഇപ്പോൾ മക്കളെ നമുക്ക് സിമ്പിൾ പെൻഡിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെൻ ദ എലിവേറ്റർ ഈസ് ഗോയിങ് അപ്പ് വിത്ത് ആൻ ആക്സലേഷൻ, ഒരു സിമ്പിൾ പെൻഡിലും വെച്ചിട്ടുള്ള ഒരു എലിവേറ്റർ നേരെ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ടൈം പീരീഡ് ഓഫ് ദ ഓസിലേഷൻ ഓഫ് ദ സിമ്പിൾ പെൻഡിൽ ടി സികൾ 2π/L/g+a. അതിന് താഴോട്ട് വരികയാണെങ്കിൽ ടി സികൾ 2π/L/g-a. നമ്മൾ ഈ ലോസ് ഓഫ് മോഷനിൽ പഠിച്ച ആ ആക്സലേഷൻ്റെ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഡൗൺ ആണെങ്കിൽ ഇഫ് എ സിമ്പിൾ പെൻഡിൽ സസ്പെൻഡ് ഇൻ എ കാർ, ഒരു കാറിൽ നമ്മൾ സിമ്പിൾ പെൻഡിൽ തൂക്കിയിട്ട് ഇനി കാർ മൂവിങ് ഹൊറിസോണ്ടലി വിത്ത് ആൻ ആക്സലറേഷൻ, അത് ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നു വിത്ത് ആൻ ആക്സലേഷൻ, ദെൻ ടി സികൾ 2π/L/g² + a². ടി സികൾ 2π/L/g² + a². ഇനി അതൊരു കർവ്ഡ് റോഡിലാണെങ്കിൽ ടി സികൾ 2π/L/g² ഈ എക്ക് പകരം സെൻട്രിപിറ്റൽ ആക്സലേഷൻ ആകും. സെൻട്രിപിറ്റൽ ആക്സലേഷൻ എന്താ? v²/r. സെൻട്രിപിറ്റൽ ആക്സലേഷൻ എന്താണ്? v²/r. അപ്പോൾ g² + v²/r വരും. ഓക്കെ, അപ്പോൾ ഇനി ഇൻക്ലൈൻഡ് പ്ലെയിനിലാണെങ്കിൽ ടി സികൾ 2π/L/g cos θ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ സിമ്പിൾ പെൻഡുലം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടൈം പീരീഡ് ടി സികൾ 2π/L/g cos θ. പിന്നെ LT² ഗ്രാഫ്, എല്ലും T² നമ്മൾ ഗ്രാഫ് വരച്ചാൽ ഗ്രാഫ് സ്ട്രൈറ്റ് ലൈനാണ്. പിന്നെ LT ഗ്രാഫ് പാരാബോളയാണ്. പിന്നെ സെക്കൻഡ് പെൻഡുലം, ടൈം പീരീഡ് 2 സെക്കൻഡ് ആയ പെൻഡുലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് പെൻഡുലം. ദാറ്റ് ഈസ് T = 2 സെക്കൻഡ്. ദെൻ L = അതിൻ്റെ ലെങ്ത് ഓഫ് ദ സെക്കൻഡ് പെൻഡുലം g/π² ആണ്. ഓർത്ത് വെക്കണം, ലെങ്ത് ഓഫ് ദ സെക്കൻഡ് പെൻഡുലം g/π² ആണ്. സെക്കൻഡ് പെൻഡുലത്തിൻ്റെ കേസിൽ ലെങ്ത്തും ജിയും ഡയറക്ട്ലി പ്രൊപ്പോർഷനലാണ്. അപ്പോൾ ഓർത്ത് വെക്കുക. അപ്പോൾ സെക്കൻഡ് പെൻഡുലത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മൾ ടൈം പീരീഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലം നമ്മൾ പഠിച്ചത് T = 2π √L/g. ഓക്കെ, ഇനി നമ്മൾ എർത്തിൻ്റെ റേഡിയസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണ് ടൈം പീരീഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലത്തെ. ലെങ്ത് ഓഫ് ദ പെൻഡുലത്തെ എർത്തിൻ്റെ റേഡിയസ് ആയിട്ട് കമ്പയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, T = 2π × 1/g × 1/L + 1/r. ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ. g × 1/L + 1/r. ഇനി ശ്രദ്ധിക്കട്ടോ, ഇഫ് L = ഇൻഫിനിറ്റി, നമ്മൾ ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത് ഇൻഫിനിറ്റ് ആണെങ്കിൽ, ഇഫ് L = ഇൻഫിനിറ്റി, അപ്പോൾ നമുക്ക് T = 2π × √1/g × 1/∞ എന്ന് പറഞ്ഞാൽ മക്കളെ 0 അല്ലേ? അപ്പോൾ 0 + 1/r എന്താ വരും? അവിടെ g/r അല്ലേ? ദെൻ എന്ത് വരും? ഈ r നേരെ മുകൾക്ക് പോയാൽ r/g വരും. അപ്പോൾ T = 2π × √r/g വന്നു. ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.4 അവർ ആണ്. ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എത്ര മക്കളെ? 1.4 അവർ. ഇനി ഈ ലെങ്ത് ഈക്വൽ ടു നമ്മൾ ലെങ്ത് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ എർത്ത് ആണെങ്കിൽ നമുക്ക് എന്ത് വരും? L = r അല്ലേ അപ്പോൾ വരിക? അപ്പോൾ L = r ആണെങ്കിൽ T സികൾ എന്ത് വരും? 2π ×
1/g ഇൻറ്റു 1/r പ്ലസ് 1/r. അത് 2/r അല്ലേ മക്കളെ വരിക. ദാറ്റ് ഈസ് നമുക്ക് t ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് 1/g ഇൻറ്റു 2/r. അപ്പോൾ ഈ 6 നേരക്ക് മുകൾക്ക് പോയാൽ എന്ത് വരും? ടെൻസ് ടു t ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് r/2g എന്ന് വരും. r/2g അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 അവർ ആണ്. അപ്പോൾ എർത്തിൻ്റെ റേഡിയസിന് ഈക്വൽ ആണെങ്കിൽ ടൈം പീരീഡ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 അവർ ആണ്. പിന്നെ ഇൻഫിനിറ്റ് ലെങ്ത് ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.4 അവർ ആണ്. ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മളിനി ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമായ ഡാംപ്ഡ് ഓസിലേഷൻ അതുപോലെ ഫോഴ്സ്ഡ് ഓസിലേഷൻ ഇത് രണ്ടും കൂടി നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, മക്കളെ നമുക്ക് എന്താണ് ഡാംപ്ഡ് ഓസിലേഷൻ, എന്താണ് ഫോഴ്സ്ഡ് ഓസിലേഷൻ നോക്കാം. മക്കളെ അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തെ ഡാംപ്ഡ് ഓസിലേഷനും ഫോഴ്സ്ഡ് ഓസിലേഷനും നോക്കാം. നമുക്ക് ഡാംപ്ഡ് ഓസിലേഷൻ എന്താണ്? ഡാംപ്ഡ് ഓസിലേഷൻ ഒരു ഇപ്പോൾ സിമ്പിൾ പെൻഡുലം തന്നെ എടുക്കാം. ഈ സിമ്പിൾ പെൻഡുലം ഇനീഷ്യലി ഇതിങ്ങനെ മൂവ് ചെയ്തു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു ലാസ്റ്റ് 0-ലെത്തി. അപ്പോൾ ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്ന ഓസിലേഷനുകളെ വിളിക്കുന്ന പേരാണ് ഡാംപ്ഡ് ഓസിലേഷൻ. അപ്പോൾ ഇത് ആംപ്ലിറ്റ്യൂഡ് കുറക്കാൻ അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ഡാമ്പിംഗ് ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഇതിൽ ആക്ട് ചെയ്യുന്ന, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ആരൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്ന് റീസ്റ്റോറിംഗ് ഫോഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -kx. ഒന്ന് ഡാമ്പിംഗ് ഫോഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -bv. ഹിയർ b ഈസ് ദ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ആക്ട് ഓൺ ദ ബോബിൽ ആക്ട് ചെയ്യുന്നതിൽ നെറ്റ് ഫോഴ്സ് ആക്ട് ഓൺ ദ പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്. അപ്പോൾ നമുക്ക് F ഈസ് ഈക്വൽ ടു FR പ്ലസ് FD ആണ്. അപ്പോൾ നമുക്ക് F ഈസ് ഈക്വൽ ടു FR, എഫിന് പകരം നമുക്ക് MA എന്ന് എഴുതാം. MA ഈക്വൽ ടു FR എന്താണ്? FD എന്താണ് ആദ്യം എഴുതുക? -bv പ്ലസ് FR എന്താണ്? -kx. മക്കളെ അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. m ഇൻറ്റു d²x/dt² പ്ലസ് മൈനസ് ഈക്വൽ ടു -b ഇൻറ്റു dx/dt, വെലോസിറ്റിക്ക് പകരം dx/dt -kx അല്ലേ. ഇയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ m ഇൻറ്റു d²x/dt² പ്ലസ് b ഇൻറ്റു dx/dt പ്ലസ് kx ഈക്വൽ ടു 0. ഇതിപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ ഇതിന് എക്സ് കണ്ടെത്താൻ പറ്റും. കോമൺ ആയിട്ടുള്ള എക്സ്. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? നമുക്കെന്താ A ഡാഷ് കോസ് ഒമേഗ ഡാഷ് ടി പ്ലസ് 5. A ഡാഷ് കോസ് ഒമേഗ ഡാഷ് ടി പ്ലസ് 5. ഇവിടെ A എന്ന് പറയുന്ന ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. എക്സ് ഈക്വൽ ടു A കോസ് ഒമേഗ ടി പ്ലസ് 5 നമ്മുടെ സിമ്പിൾ ഇക്വേഷൻ. അപ്പോൾ A ഡാഷ് എന്താ നമുക്ക് എഴുതേണ്ട ആവശ്യമുണ്ട്? A ഡാഷ് ഈക്വൽ ടു A e raised to A dash equal to A dash equal to A e raised to minus bt by 2m. A e raised to minus bt by 2m ആണെന്ത്? A dash. അപ്പോൾ -b എന്താണ്? ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ് ആണ്. m മാസ് ഓഫ് ദ ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ഈ നമുക്ക് എക്സിന് നമുക്ക് എന്ത് എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു A e raised to minus bt by 2m ഇൻറ്റു ഒമേഗ ഡാഷ് ടി പ്ലസ് 5. അപ്പോൾ നമുക്ക് ഒമേഗ ഡാഷ് എന്താണെന്ന് കൂടെ കാണണം. ഇത് ഒരിക്കൽ ഈ ഒമേഗ ഡാഷ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷനിലെ ആംഗുലർ ഫ്രീക്വൻസി എന്താണെന്ന് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം JEE മെയിനിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒമേഗ ഡാഷ്? ഒമേഗ ഡാഷ് ഈക്വൽ ടു നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടുന്ന ഒമേഗ ഡാഷിൻ്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് k/m minus b²/2m. b²/2m അല്ല, b²/4m². b²/4m². ഒമേഗ ഡാഷ് ഈക്വൽ ടു വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. ഈ റിസൾട്ട് ഓർത്ത് വെക്കണം. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ്, അടുത്ത പ്രാവശ്യം ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചാലോ? ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് കറക്റ്റ് ഇക്വേഷൻ അതായത് 4 ഓപ്ഷൻ തന്നാലോ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ A e raised to minus bt by 2m ഒമേഗ ഡാഷ് ടി പ്ലസ് 5. ഒമേഗ ഡാഷ് എന്ന ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ദ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഒമേഗ ഡാഷ് ഈക്വൽ റൂട്ട് ഓഫ് k/m minus b²/4m². ഓക്കെ, അപ്പോൾ നമ്മൾ ഡാംപ്ഡ് ഓസിലേഷനുമായി ബന്ധപ്പെട്ട ഡിസ്പ്ലേസ്മെൻറ്റ് ആംഗുലർ ഫ്രീക്വൻസി കണ്ടു. ഇനി ഫോഴ്സ്ഡ് ഓസിലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. എന്താണ് ഫോഴ്സ്ഡ് ഓസിലേഷൻ?
ഈ ഡാമ്പിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഈ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് ഡ്രൈവിംഗ് ഫോഴ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു F0 cos ഒമേഗ ഡി ടി എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് എല്ലാ ഫോഴ്സും കൂടെ കൂട്ടിയത് ഇതാണ്. ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ എല്ലാ ഫോഴ്സും കൂടെ കൂട്ടിയതാണ്. ഇത് നമ്മൾ ഫോഴ്സ് മെക്കാനിക്കൽ ഫോഴ്സ് MA, ഇത് പ്ലസ് ഇത് മൂന്നും കൂടി കൂട്ടിയതാണ് എന്ത് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ അതിൻ്റെ ഈ ഡാമ്പിങ് ഒഴിവാക്കണമെങ്കിൽ ഇതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണ്ടേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നമുക്കിങ്ങനെ എഴുതാം, M d²x/dt² പ്ലസ് B dV/dt പ്ലസ് നമുക്ക് അതുപോലെ KX അല്ലേ, B dx/dt, dV/dt അല്ല, B dx/dt പ്ലസ് KX ഈക്വൽ ടു 0ക്ക് പകരം എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട് F0 cos dt. ഒന്നുമില്ല, അപ്പോൾ നമ്മളൊരാൾ ഊഞ്ഞാലിങ്ങനെ ഇരിക്കുകയാണ്, അയാൾ സ്വയം അങ്ങനെ ആടി കുറേ നേരം കഴിഞ്ഞ് റെസ്റ്റിലേക്ക് വരും. പക്ഷേ നമ്മൾ തുടർച്ചയായിട്ട് അയാൾ ആട്ടിക്കൊണ്ടിരുന്ന അയാൾ എപ്പോഴും ആ മൂവ്മെൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യല്ലേ. ഇതാണ് എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ്. ആ എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സാണ് F0 cos dt. അപ്പോൾ നമുക്ക് ഈ ഫോഴ്സിന് നേരത്തെ ഡാമ്പിങ് ഫോഴ്സിൻ്റെ നെറ്റിന് ഈക്വൽ ആയിരിക്കും ഈ എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ്, എന്നെങ്കിൽ അത് സ്റ്റേബിളായിട്ട് നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു A cos dt പ്ലസ് φ. ഹിയർ ω d ഈസ് ദ ഡ്രൈവിംഗ് ഫ്രീക്വൻസി. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാകുന്ന ഫ്രീക്വൻസി, ഡ്രൈവിംഗ് ഫ്രീക്വൻസി. ഇനി നമുക്ക് ഇവിടുത്തെ A ഡാഷാണ്. ഇവിടുത്തെ A ഡാഷ് വെരി ഇമ്പോർട്ടൻ്റ് ആളാണ്. A ഡാഷ് എന്താണ്? F0/m² ഇൻറ്റു F0/m² ω² മൈനസ് ω d² പ്ലസ് ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ, ω d²B² ഹോൾ റൈസ് ടു 1/2. മക്കളെ എന്താ ശരിക്കും നോക്കിയേ, നമുക്ക് ഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേഷനിലെ സംഗതി ഞാൻ പറഞ്ഞു, നമുക്ക് ആക്സലറേഷൻ കുറയുന്നത് ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ നെറ്റ് ഫോഴ്സിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് കൊടുത്താൽ നമുക്കത് സ്മൂത്ത് ആയിട്ട് ഫോഴ്സ്ഡ് ഓസിലേറ്റിംഗ് പാർട്ടിക്കൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഓസിലേഷൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ദ കോൾഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻ. ഓക്കെ, ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ കീപ് ദ ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾ ഇൻ എ സ്റ്റേബിൾ പൊസിഷൻ, സ്റ്റേബിൾ ഓസിലേറ്റിംഗ് പൊസിഷൻ, സ്റ്റേബിളായിട്ട് ഓസിലേറ്റിംഗ് ചെയ്യുന്ന പൊസിഷനിൽ നിർത്താൻ ആവശ്യമായ ഫോഴ്സാണത്. ആ ഫോഴ്സാണ് ഡ്രൈവിംഗ് ഫോഴ്സ്. അതും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫോഴ്സ്ഡ് ഓസിലേഷൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ അതിലെ എക്സ് എന്ന് പറയുന്നത് A' cos dt പ്ലസ് φ. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് A' ഈക്വൽ ടു F0/m² ω² മൈനസ് ω d² പ്ലസ് ω d²B² ഹോൾ റൈസ് ടു 1/2. ഈ ഇക്വേഷൻസ് ഒക്കെ കാണാൻ പഠിച്ചു വെക്കേണ്ടതാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടാകും. ഓക്കെ, ഇനി അടുത്തത് ചെറിയൊരു പോയിൻ്റ് കൂടെ പറഞ്ഞ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തിയറി വൈൻഡപ്പ് ചെയ്യാണ്. ചെറിയൊരു പോയിൻറ്റും കൂടെ പറഞ്ഞിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് ഈഫ് ഒമേഗ ഈക്വൽ ടു ω t, അതായത് നാച്ചുറൽ ഫ്രീക്വൻസിയും ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും ഈക്വൽ ആകുന്ന കണ്ടീഷനാണ് റെസൊനൻസ്. ആ ഒരു സമയത്താണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡും മാക്സിമം എനർജിയും കിട്ടുക. റെസൊനൻസ് കണ്ടീഷനിലാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡും മാക്സിമം എനർജിയും കിട്ടുക ഓസിലേറ്റിംഗ് പാർട്ടിക്കിളിന്. അപ്പോൾ ഈ ω ഈക്വൽ ടു ω d ആണെങ്കിൽ നമുക്ക് A' ഈക്വൽ എന്ത് വരും? F0/m² ഇൻറ്റു ω ഈക്വൽ ടു ω d ആണെങ്കിൽ ഈ ടേം അങ്ങ് ഔട്ടായി. ആ ടേം അങ്ങ് ഔട്ടാകുമ്പം ഈ മൊത്തം ടേം ഔട്ടായി. അപ്പോൾ എന്താ ബാക്കി വരിക? F0/ω d²B² ഹോൾ റൈസ് ടു 1/2. അപ്പോൾ ഈ 2 വെട്ടിപ്പോയാൽ എന്തുണ്ടാകും മക്കളെ ബാക്കി? A' ഈക്വൽ ടു F0/ω dB. ദിസ് ഈസ് ദ അതായത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മാക്സിമം എനർജി, ആംപ്ലിറ്റ്യൂഡ് കറസ്പോണ്ടിങ് ടു മാക്സിമം എനർജി ഓഫ് ദ ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾ. ഈ കണ്ടീഷനിലാണ് നമുക്ക് ω ഈക്വൽ ടു ω0 എന്ന് പറയുന്ന കണ്ടീഷനിലാണ്. ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് ഇങ്ങനെ വരും. ഹിയർ ω ഈക്വൽ ടു ω d. ഓക്കെ, മാക്സിമത്തിലെത്തുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി അടുത്തത് ഇതിൻ്റെ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവുകയാണ്. ഓക്കെ.